بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്വിശ്വാസികളെ, ഈ ഒരു മജ്‌ലിസിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം അൽ ഖുറബ എന്നുള്ളതാണ്. ഖുറബ എന്ന് പറഞ്ഞാൽ അപരിചിതർ എന്നെല്ലാം മലയാളത്തിൽ ആശയം പറയാവുന്നത്. നാം വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ കശ്ഫുൽ ഖുർബത്തി ഫി വസ്ഫി അഹ്ലി ഹാലിൽ ഖുർബ എന്ന ഫി വസ്ഫി ഹാലി അഹ്ലിൽ ഖുർബ, കശ്ഫുൽ ഖുർബത്തി ഫി വസ്ഫി ഹാലി അഹ്ലിൽ ഖുർബ എന്ന ഒരു റിസാലയുണ്ട്. ആ റിസാലയിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നാം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാം 2-3 വർഷങ്ങൾക്ക് മുമ്പ് റമളാനിൽ റിസാല ഇവിടെ വായിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേൾക്കാത്ത ആളുകളുണ്ടാവും, കേട്ടവർ മറന്നുപോയിട്ടുണ്ടാവും അതിൻ്റെ ആശയം എന്താണെന്നുള്ളത്. അത് വായിക്കേണ്ട ഒരു സമയവും കാലവുമാണ് എന്ന് തോന്നിയത് കൂടിയാണ് ഇത് നമ്മൾ വീണ്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗരീബ് എന്നുള്ളതിൻ്റെ ജംആണ് ഖുറബ എന്നുള്ള പദം. ഖുറബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പരിചയമില്ലാത്ത, താൻ സ്ഥിരതാമസമല്ലാത്ത നാട്ടിലൂടെ ഒരാൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലൂടെ അവൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ ഗരീബാണ്, അപരിചിതനാണ്. ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവൻ അവർക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. യഥാർത്ഥത്തിൽ അതുപോലെയാണ് ഇന്ന് തൗഹീദും സുന്നത്തും ഖുർആനും ഹദീസും സ്വഹാബികളുടെ മൻഹജും അനുസരിച്ച് ജീവിക്കുന്ന സലഫികൾ എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഓരോ വ്യക്തിയുടെയും അവസ്ഥയും സാഹചര്യവും. കാരണം അവർ ജീവിക്കുന്ന ജീവിതം, അവർ പറയുന്ന ഇസ്ലാം, അവർ പറയുന്ന ദീൻ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപരിഷ്കൃതമായി തോന്നുന്ന, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അവൻ ഒരു അപരിചിതനാണ് എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് പലരും ജീവിക്കുന്നത്. ഒരു പക്ഷേ അതവൻ്റെ കുടുംബത്തിൽ തന്നെയാകാം, അവൻ്റെ നാട്ടിലാകാം, സമൂഹത്തിലാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്താവാം. ഏത് സ്ഥലത്താണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ, ഈ ഒരു മാർഗത്തെ മുറുകെ പിടിക്കുന്ന അൽ മൻഹജു സലഫി, സലഫുകളുടെ മൻഹജിനെ, മുൻഗാമികളുടെ പാതയെ മുറുകെ പിടിക്കുന്ന ആളുകൾ ജീവിതത്തിൽ പലരും പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ പരിചയപ്പെടുത്തുന്ന ഒരു റിസാലയാണ് കശ്ഫുൽ ഖുർബ എന്ന പേരിൽ അറിയപ്പെടുന്ന റിസാല. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ, അദ്ദേഹം മുഹദ്ദിസാണ്. സഹീഹ് ബുഖാരിന് ഷർഹ് എഴുതിയിട്ടുണ്ട്. പക്ഷേ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ജനാസയുടെ, കിതാബുൽ ജനാസയുടെ ഷർഹ് എഴുതുമ്പോഴേക്കും അദ്ദേഹം വഫാത്താവുകയുണ്ടായി, മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഫിഖ്ഹിലും അതുപോലെ ഹദീസ് വിശദീകരിക്കുന്നതിലും വളരെയധികം ഖിദ്മകൾ ചെയ്തിട്ടുള്ള വലിയ പണ്ഡിതനാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്, അദ്ദേഹം ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ സലഫുകളുടെ അസറുകൾ ധാരാളമായി കൊണ്ടുവന്ന് വിശദീകരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബാണ് അർബഈൻ നവവിയുടെ ഷർഹ്, ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അർബഈൻ നവവിയോടൊപ്പം കുറച്ച് ഹദീസുകൾ കൂടി ചേർത്ത് 50 ഹദീസുകളായിക്കൊണ്ട് ഇബ്നു റജബ് വിശദീകരിച്ചിട്ടുള്ളത്. അത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും, അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന രീതി മുൻഗാമികളുടെ, സലഫുകളുടെ അസറുകൾ കൊണ്ടാണ് ഒരു ഹദീസിനെ വിശദീകരിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിശദീകരണം നമുക്ക് വളരെയധികം മൻഹജിലേക്ക് ചേർത്തി തരുന്നതും മുൻഗാമികളിലേക്ക് അടുപ്പിക്കുന്നതും അതിൻ്റെ യഥാർത്ഥ മനസ്സിലാക്കൽ, അതിൻ്റെ ഫഹ്മ് മനസ്സിലാക്കി തരുന്നതുമാണ്. അതുപോലെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ചെയ്തിട്ടുള്ള വലിയ ഖിദ്മയാണ്. ധാരാളം ഹദീസുകൾ, വളരെ പ്രശസ്തമായ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസുകൾ അദ്ദേഹം എടുത്ത് അതിനെ സലഫുകളുടെ അസറുകൾ കൊണ്ട് വിശദീകരിച്ച്, അതിൻ്റെ വ്യത്യസ്ത ശാഖകളെ വിശദീകരിച്ച് ചെറിയ ചെറിയ റിസാലകളായി ധാരാളം ഹദീസുകളെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ക്രോഡീകരിച്ച് കിതാബുകളായിട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് പേജുകളിലായിട്ട്. അപ്പം അങ്ങനെ അദ്ദേഹം വിശദീകരിച്ച ഒരു ഹദീസ്,
ഹദീസിന്റെ വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ സലഫുകളുടെ അസർ കൊണ്ട് വിശാലമായ രീതിയിലായിരിക്കും ഓരോ ഹദീസിനെയും വിശദീകരിക്കുക. അങ്ങനെ വിശദീകരിച്ചിട്ടുള്ള കിതാബാണ്, റിസാലയാണ് കശ്ഫുൽ ഖുർബ ഫി വസ്ഫി ഹാലി അഹ്ലിൽ ഖുർബ എന്ന ഈ ഒരു റിസാല. ഇതിൽ ചർച്ച ചെയ്യുന്ന ഹദീസ് നമ്മൾ കേട്ട് പരിചയിച്ച ഹദീസാണ്. ബദൽ ഇസ്ലാം ഗരീബൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിന്റെ വ്യത്യസ്ത തുറുക്കുകൾ അല്ലെങ്കിൽ അതിന്റെ മത്തിന് വ്യത്യസ്ത രീതിയിൽ വന്ന സനദും മറ്റനും അടങ്ങുന്ന ഭാഗങ്ങളാണ് ഈ ഒരു റിസാലയുടെ ആദ്യ പേജുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹദീസ് കൊടുക്കുമ്പോൾ ആ ഹദീസ് വന്നിട്ടുള്ള വ്യത്യസ്ത സനദുകൾ കൊണ്ടുവരികയും ആ സനദുകളിൽ ഏതാണ് സ്വീകാര്യമായിട്ടുള്ളത്, ഏതാണ് സ്വീകാര്യമല്ലാത്തത്, അതിനുള്ള കാരണവുമെല്ലാം ചർച്ച ചെയ്തിട്ടാണ് ആ ഒരു ഹദീസിനെ അദ്ദേഹം വിശദീകരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ വ്യത്യസ്ത ആശയങ്ങളെ പരിപൂർണമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ ആ ഹദീസിൽ ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഹദീസിന്റെ വ്യത്യസ്ത തുറുക്കുകൾ ആദ്യം ഒന്ന് വായിക്കാം. റവൽ ഇമാം മുസ്ലിം ഫി സഹീഹി, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ മിൻ ഹദീസ് അബി ഹുറൈറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായിക്കൊണ്ടാണ്. ഇസ്ലാം ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്ക് ആ വിശ്വാസവും കർമ്മവും സംസ്കാരവും എല്ലാം അപരിചിതമായിരുന്നു, പുതിയതായിട്ടൊന്നായിട്ടാണ്, അവർക്ക് പരിചയമില്ലാത്ത ഒന്നായിട്ടാണ് ഉണ്ടായത്. വസയഊദു ഗരീബൻ, തീർച്ചയായിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഇസ്ലാം ആളുകൾക്ക് അപരിചിതമാകുന്ന ഒരു കാലം വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ആളുകൾക്ക് അപരിചിതമാകുന്ന ഒരു കാലം വരാനുണ്ട്. കമാ ബദ, അത് ആരംഭിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ. ഫതൂബ ലിൽ ഗുറബ, അന്ന് ആ അപരിചിതരായി സമൂഹം കാണുന്ന കണ്ടെത്തുന്ന ആളുകൾക്ക് തൂബ, അവർക്ക് ആശംസ, അല്ലെങ്കിൽ തൂബ എന്നുള്ളത് സ്വർഗത്തിലെ വൃക്ഷമാണ്, താഴ്വരയാണ് എന്നെല്ലാം കാണാം. അവർക്ക് മഹത്തായ പ്രതിഫലവും ആ ആശംസയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഹദീസിന്റെ വേറെ റിവായത്തിൽ വഖറജഹുൽ ഇമാം അഹ്മദ് വഇബ്നു മാജ ബിൻ ഹദീസ് ഇബ്നു മസ്ഊദ് ബിസിയാദത്തി ഫി ആഖിരിഹി, ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ ഇബ്നു മസ്ഊദിന്റെ റിവായത്തിൽ കാണാം, ഖീല യാ റസൂലല്ലാഹ് വമനിൽ ഗുറബാ. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, റസൂലെ, ആരാണ് ഗുറബാക്കൾ, ആരാണ് ഈ അപരിചിതർ എന്ന് പറഞ്ഞാൽ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നുസ്സാഉ മിനൽ ഖബാഇൽ, അവരവരുടെ ഗോത്രങ്ങളിൽ നിന്ന് ഒഴിവായി പോരുന്ന ആളുകൾ, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ് എന്ന്. അഥവാ അവരുടെ സമൂഹം ജീവിച്ചു വരുന്ന രീതികളിൽ നിന്നും അതുപോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളായിരിക്കും അവർ എന്ന് പറഞ്ഞു. വഖറജഹുൽ ആജുരി വഇൻദഹു വമൻ ഹും യാ റസൂലല്ലാഹ്, വേറെ റിവായത്തിൽ ആജുരി ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, വമൻ ഹും യാ റസൂലല്ലാഹ് എന്ന ചോദ്യത്തിന് അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ഫസാദിലാകുമ്പോൾ, അവരുടെ ദീന് കൊണ്ടും മറ്റുള്ള എല്ലാ രീതിയിലും ഫസാദിലാകുമ്പോൾ അതിനെ നന്നാക്കുന്ന ആളുകളാണ് എന്ന് കാണാം. وخرجه الترمذي من حديث كثير بن عبد الله المزني عن أبيه عن جده عن النبي صلى الله عليه وسلم. മറ്റൊരു റിവായത്തിൽ ഇന്നൽ ഇസ്ലാമ ബദഅ ഗരീബൻ വയർജിഉ ഗരീബൻ ഫതൂബാ ലിൽ ഗുറബാ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസു ബഅദി മിൻ സുന്നതി. ഇത്ര കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണ് അവർ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ് ബഅദി മിൻ സുന്നതി, ജനങ്ങൾ എന്റെ ശേഷം, എന്റെ കാലശേഷം എന്റെ സുന്നത്തിൽ നിന്ന് ഫസാദാക്കിയിട്ടുള്ള കാര്യങ്ങളെ നന്നാക്കുന്നവരാണ് അവർ. അഥവാ ആ സുന്നത്തിനെതിരായിക്കൊണ്ട് ബിദ്അത്തുകളും അതുപോലെ തന്നെ സുന്നത്തിനെ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നതിനെല്ലാം നന്നാക്കുന്ന ആളുകളാണ് അവർ. വഖറജഹു അഹ്മദ് വത്തബറാനി മിൻ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മറ്റൊരു റിവായത്തിൽ തൂബാ ലിൽ ഗുറബാ ഖുൽനാ വമൽ ഗുറബാ, ആരാണ് ഗുറബാക്കൾ എന്ന് ചോദിച്ചു. ഖാല ഖൗമുൻ സാലിഹൂന ഖലീൽ ഫി നാസിൻ സൂഇൻ കസീർ മൻ യഅസിഹിം അക്തറു മിമ്മൻ യുതീഉഹും. ഖൗമുൻ സാലിഹൂൻ, സാലിഹീങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളാണ് അവർ. ഖലീൽ, വളരെ കുറച്ച് മാത്രമേ അവരുണ്ടാവുകയുള്ളൂ. ധാരാളം നാസുൻ കസീർ, തെറ്റിലായിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പിഴച്ചവരായിക്കൊണ്ട് തെമ്മാടികളായിക്കൊണ്ടുള്ള ധാരാളം ആളുകളിൽ കുറഞ്ഞ ആളുകൾ. വമൻ യഅസിഹിം അക്തറു മിമ്മൻ യുതീഉഹും,
അവരെ അനുസരിക്കുന്നതിനേക്കാൾ അവരെ ധിക്കരിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും സമൂഹത്തിൽ ഉണ്ടാവുക. അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ധിക്കരിക്കുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. മറ്റൊരു റിവായത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമനിൽ ഗുറബ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ഫറാറൂന ബിദീനിഹിം യബ്അസുഹുമുല്ലാഹു തആല മഅ ഈസ ഇബ്നു മറിയം. തങ്ങളുടെ ദീനിനെ കൊണ്ട് ഓടുന്നവരാണവർ. തങ്ങളുടെ ദീന് രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്നവരാണവർ. അവരെ അല്ലാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം നിയോഗിക്കുന്നതാണ്. അഥവാ നാളെ ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്ന ആ സമയത്ത്, അന്ത്യനാളിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം അണിനിരക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഖുറബാക്കളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു റിവായത്തിൽ ഇത്രയും ആണ് ഇതിന്റെ റിവായത്തുകൾ, സഹീഹായി വന്നിട്ടുള്ള റിവായത്തുകൾ കൊടുക്കുന്നത്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഈ ഹദീസിന്റെ ആശയത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി വിശദീകരിക്കുകയാണ്. ഫഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅ അൽ ഇസ്ലാമു ഗരീബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇസ്ലാം അപരിചിതമായി ആരംഭിച്ചതാണ് എന്നുള്ള വാക്ക് യുരീദു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അന്നന്നാസ കാനൂ ഖബ്ല മബ്അസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ളലാലത്തിൻ ആമ്മത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് ജനങ്ങൾ എന്നുള്ളത് വ്യക്തമായ എല്ലാവരും വഴികേടിലായിരുന്നു. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്നല്ലാഹ നദറ ഇലാ അഹ്ലിൽ അർദ്, അല്ലാഹു ഭൂമിയിലേക്ക് നോക്കി, ഫമഖതഹും അറബഹും വഅജമഹും ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്. അവരോടെല്ലാം, ഭൂമിയിലുള്ള ആളുകളോട്, അതിൽ അറബികളാവട്ടെ അറബികളല്ലാത്തവരാവട്ടെ എല്ലാവരോടും അള്ളാഹുവിന് കോപമുണ്ടായി. കാരണം ആരും അള്ളാഹിനെ അനുസരിക്കുന്നതായിട്ടില്ല. കുറച്ച് ആളുകൾ, ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ചില ആളുകൾ മാത്രം, അവരുടെ ദീനിനെ കൊണ്ടു നടക്കുന്ന ചില ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും വഴികേടിലായിരുന്നു. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഈ ഹദീസിന്റെ ആശയത്തെ വിശദീകരിക്കുകയാണ്. فلما بعث النبي صلى الله عليه وسلم ودعا الى الاسلام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ, ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ക്ഷണിച്ചപ്പോൾ, ലം യസ്തജിബ് ലഹു ഫി അവ്വലിൽ അംരി ഇല്ല അൽ വാഹിദ ബഅദ അൽ വാഹിദ് മിൻ കുല്ലി ഖബീല. ആദ്യ സമയത്ത് ഓരോ ഗോത്രങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ആളുകൾ, അല്ലെങ്കിൽ അത്ര ഓരോ ആളുകൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ദഅവത്ത് ചെയ്യുന്ന സമയത്ത് ആരും അധികമൊന്നും ഉണ്ടായിട്ടില്ല, ഓരോ ഖബീലയിൽ നിന്നോ ഓരോ ആളുകൾ മാത്രം. വകാനൽ മുസ്തജീബു ലഹു ഖായിഫൻ മിൻ അശീറതിഹി വഖബീലതിഹി. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഭയപ്പാടിലായിരുന്നു. അവരുടെ ഗോത്രത്തെ തൊട്ടും അവരുടെ കുടുംബത്തെ തൊട്ടുമൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാം പ്രകടമാക്കാതെ ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു. വളരെയധികം ഉപദ്രവങ്ങൾ അതിന്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അന്ന് മുസ്ലിമുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, പല ചരിത്രങ്ങളും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്തെ ദഅവത്തിൽ. വഹുവ സാബിറുൻ അലാ ദാലിക ഫില്ലാഹി അസ്സ വജൽ. എന്നാൽ ആ ഓരോ വ്യക്തിയും അവർ അള്ളാഹുവിന് വേണ്ടി ക്ഷമയോടുകൂടി അതിൽ ഉറച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിലും ഉറച്ചു നിന്നു. വകാനൽ മുസ്ലിമൂന ഇദ്ദാക മുസ്തദ്അഫീൻ. ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ വളരെ ദുർബലരായിരുന്നു. അവർക്ക് ശക്തിയില്ല, പണമില്ല, പ്രതാപമില്ല, അധികാരമില്ല, എണ്ണത്തിൽ ബലമില്ല, ഒന്നുമില്ല. യുത്റദൂന വയുശറദൂന കുല്ല മുശറദിൻ. എല്ലാ രീതിയിലും ആട്ടിയകറ്റപ്പെട്ട, ഒറ്റക്കാക്കപ്പെട്ട ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. വയഹ്റുബൂന ബിദീനിഹിം ഇലൽ ബിലാദിൻ നാഇയ. അവരവരുടെ ദീനുകൊണ്ട് ഭയപ്പെട്ടോടി വേറെ പല നാടുകളിലേക്കും അവർ ഓടാൻ തുടങ്ങി. കമാ ഹാജറു ഇലൽ ഹബ്ശ മർറതൈൻ. അബ്സീനിയയിലേക്ക് രണ്ട് തവണ അവർ ഹിജ്റ പോയി. തുമ്മ ഹാജറു ഇലൽ മദീന. പിന്നെ അവരുടെ ദീന് കൊണ്ട് നടക്കാൻ വേണ്ടി അവർ മദീനയിലേക്ക് ഹിജ്റ പോയി. വകാന മിൻഹും മൻ യുഅദ്ദബു ഫില്ലാഹ്. അതിൽ ആ കൂട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ട, വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച ആളുകളുണ്ടായിരുന്നു. വഫീഹിം മൻ ഖുതില. കൊല്ലപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഫകാന ദാഖിലൂന ഫിൽ ഇസ്ലാം ഹീനഇദിൻ ഗുറബാ. ആ സമയത്ത് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ ഗുറബാക്കളായിരുന്നു, അപരിചിതരായിരുന്നു. കാരണം അവരുടെ സമൂഹത്തിലും അവരുടെ ഗോത്രത്തിലും വീട്ടിലും നാട്ടിലുമെല്ലാം ഒരാൾ മുസ്ലിമാണെന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ആളാണെന്ന് പറയുമ്പോൾ അവർ ഗുറബാക്കളായിരുന്നു. തുമ്മ വഹറൽ ഇസ്ലാം. പിന്നെ ഇസ്ലാം പ്രകടമായി.
ഇസ്ലാം ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വലുതായി ബഅദൽ ഹിജ്റ ഇലൽ മദീന, മദീനയിലേക്ക് ഹിജ്റ ചെയ്തതിനു ശേഷം. വഅസ്സ വസാറ അഹ്ലുഹു ളാഹിരീന കുല്ല ളുഹൂർ, ആ ഇസ്ലാമിന്റെ ആളുകൾ എല്ലാ രീതിയിലും പ്രതാപമുള്ള, ഇസ്ലാം പ്രകടിപ്പിക്കുന്ന, അതിൽ ഇസ്സത്ത് കാണുന്ന ആളുകളായി തീർന്നു. വദഖല അന്നാസു ബഅദ ദാലിക ഫീ ദീനില്ലാഹി അഫ്വാജ, അങ്ങനെ മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം പിറന്നതോടുകൂടി അവിടെ ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. വഅദ്ഹറല്ലാഹു ലഹുമുദ്ദീൻ, അല്ലാഹു തആല അവർക്ക് അവരുടെ ദീനിൽ സഹായം നൽകി, അവർക്ക് ഔന്നത്യം നൽകി. വഅതമ്മ അലൈഹിമുൻ നിഅമ, അല്ലാഹു അവരുടെ മേലുള്ള അനുഗ്രഹം പൂർത്തീകരിച്ചു. വതുവഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അംറു അലാ ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങൾ ഈ ഒരു ഇസ്സത്തിലും ഈ ഒരു പ്രതാപത്തിലും നിൽക്കുന്ന അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താകുന്നത്? വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. വഅഹ്ലുൽ ഇസ്ലാമി അലാ ഗായതി മിനൽ ഇസ്തിഖാമത്തി ഫീ ദീനിഹിം, മുസ്ലിമീങ്ങളാണെങ്കിലോ അവരുടെ ദീനിൽ ഏറ്റവും വലിയ ഇസ്തിഖാമത്തോടു കൂടിയായിരുന്നു. കാരണം സഹാബികൾ അവരിൽ എന്തുണ്ടായിട്ടില്ല? പിഴച്ച വിശ്വാസങ്ങളോ വാദങ്ങളോ ഒന്നും സഹാബികൾക്കിടയിൽ ഉണ്ടായില്ല. അവർ ആ ദീനിൽ ഇസ്തിഖാമത്തോടു കൂടി ഉറച്ചു നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോകുമ്പോൾ. വഹും മുതആലിദൂന വമുതനാസിറൂൻ, അവർ പരസ്പരം പിന്താങ്ങിക്കൊണ്ടും ഒരുമിച്ച് നിന്നുകൊണ്ടും സഹായിച്ചുകൊണ്ടും അവർ ആ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായിരുന്നു. വകാനു അലാ ദാലിക ഫീ സമനി അബീ ബക്കറിൻ വഉമർ റളിയല്ലാഹു അൻഹുമാ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അവർ അങ്ങനെ തന്നെയായിരുന്നു. അവരാ പരിപൂർണമായ ഇസ്സത്തിൽ ഉറച്ചു നിന്നു. ثم عمل الشيطان مكائده على المسلمين, പിന്നെ പിശാച് അവന്റെ കെണികൾ മുസ്ലിമീങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ തുടങ്ങി. പിശാച് അവന്റെ കെണികൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. വൽഖാ ബഅസഹും ബൈനഹും, മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങളും ദേഷ്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. വഅഫ്ശാ ഫീഹിം ഫിത്നതശ് ശഹവാത്ത് വശുബ്ഹാത്ത്, മുസ്ലിമീങ്ങൾക്കിടയിൽ ശഹ്വത്തിന്റെയും ശുബ്ഹത്തിന്റെയും ഫിത്ന പ്രചരിപ്പിക്കാൻ തുടങ്ങി. ശൈത്താൻ പ്രചരിപ്പിച്ചു. ശഹ്വത്തുകൾ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ കൊണ്ടുള്ള പാപങ്ങളിലേക്കും, ശുബ്ഹത്തുകൾ എന്ന് പറഞ്ഞാൽ പിഴച്ച വിശ്വാസങ്ങളും വാദങ്ങളും ആളുകളുടെ ഇടയിൽ പിശാച് പ്രചരിപ്പിച്ചു. വലം തസൽ ഹാതാനിൽ ഫിത്നതാനി തതസായദാനി ശൈഅൻ ഫശൈഅൻ, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ രണ്ട് ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിശാചിന്റെ മനുഷ്യനെതിരെയുള്ള രണ്ട് ആയുധങ്ങളാണ് ശഹ്വത്തുകളും ശുബ്ഹത്തുകളും. അതിങ്ങനെ ഘട്ടം ഘട്ടമായി വ്യാപിച്ചുകൊണ്ടിരുന്നു. ഹത്തസ്തുഹ്കിമത് മകീദത്തു ശൈത്താൻ, പിശാചിന്റെ തന്ത്രത്തിന് ഒരു സ്വാധീനം കിട്ടുന്നത് വരെ. വഅതാഅഹു അക്സറുൽ ഖൽഖ്, അധിക ആളുകളും പിശാചിനെ അനുസരിക്കാൻ തുടങ്ങി. ഫമിൻഹും മൻ ദഖല ഫീ ത്വാഅതിഹി ഫീ ഫിത്നത്തി ശുബ്ഹാത്ത്, ആളുകളിൽ ചില ആളുകൾ പിശാചിനെ ശുബ്ഹത്തിന്റെ ഫിത്നയിൽ അനുസരിക്കാൻ തുടങ്ങി. വമിൻഹും മൻ ദഖല ഫീ ത്വാഅതിഹി ഫീ ഫിത്നത്തി ശഹവാത്ത്, ചില ആളുകൾ ശഹ്വത്തിന്റെ ഫിത്നയിൽ അനുസരിക്കാൻ തുടങ്ങി. വമിൻഹും മൻ ജമഅ ബൈനഹുമാ, ചിലർ രണ്ടിലും പെട്ടുപോയി. വകാന ദാലിക മിമ്മാ അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവുഖൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് അറിയിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ഒരു ആദ്യഘട്ടം പറയാണ്. ആദ്യം ഗരീബായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ തുടങ്ങി, പിന്നീട് ഇസ്ലാമിന്റെ പരിപൂർണ ഇസ്സത്തിലെത്തിയിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. പിന്നീട് 1-2 ഖലീഫമാരുടെ കാലഘട്ടത്തിന് ശേഷം പിശാച് മുസ്ലിമീങ്ങൾക്കിടയിൽ ശുബ്ഹത്തുകൾ, ദീനിൽ പിഴച്ച വിശ്വാസങ്ങൾ, ഒരു ഭാഗത്ത് ഖവാരിജ് ചിന്താഗതികൾ ഇറങ്ങിപ്പുറപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റു പല പിഴച്ച വാദങ്ങൾ, ഒരു ഭാഗത്ത് ഖദരിയാക്കളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിൽ പിഴച്ച വിശ്വാസങ്ങൾ, ശഹ്വത്തുകൾ വ്യാപിച്ചു. ആളുകൾക്ക് പാപങ്ങളോടുള്ള ഇഷ്ടം വ്യാപിപ്പിക്കാൻ തുടങ്ങി. പിശാച് അങ്ങനെയുള്ള പണികൾ എടുത്തു. അങ്ങനെ ഒരു അവസ്ഥ പിന്നീട് ഘട്ടം ഘട്ടമായി വളർന്നുകൊണ്ടേയിരുന്നു. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമേ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു എന്ന് പറയാണ്. എന്താണ് അറിയിച്ചത്? ഫമ്മാ ഫിത്നത്തു ശുബ്ഹാത്ത്, ശുബ്ഹത്തിന്റെ ഫിത്നയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങൾ. ഫഖദ് വറദ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഉമ്മതഹു സതഫ്തരിഖു ഇലാ 73 ഫിർഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കുന്നതാണ്. വഅന്ന ജമീഅ തിൽകൽ ഫിറഖ് ഫിന്നാർ ഇല്ലാ ഫിർഖതൻ വാഹിദ, അതിൽ എല്ലാവരും നരകാവകാശികളാകാനുള്ള പണിയിലാണ്, അല്ലെങ്കിൽ ആ മാർഗത്തിലാണ്, ആ പണിയാണ് അവരെടുക്കുന്നത്, ഒരു കൂട്ടർ ഒഴികെ. വഹിയ മൻ കാന അലാ മാ ഹുവ അലൈഹി വഅസ്ഹാബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഏതാണ് ആ മാർഗം?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഏതൊന്നിൽ നിലകൊണ്ടുവോ അതാണ് ആ മാർഗം. അതല്ലാത്ത പിഴച്ച വിശ്വാസങ്ങൾ, ശുബ്ഹത്തുകൾ ധാരാളമായിട്ട് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുണ്ടാവുകയും ചെയ്തു. ഓരോ കാലഘട്ടത്തിൽ ഓരോ പേരുകളിലായിക്കൊണ്ട് ഓരോ ആളുകളിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് പല പിഴച്ച വാദങ്ങൾ ഉണ്ടായി. വമ്മ ഫിത്നത്തു ഷഹ്വാത്ത്, ഷഹ്വത്തിന്റെ ഫിത്നകളോ, ദേഹേച്ഛകൾ, കർമ്മങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഫിത്നകളോ, ഫഫി സഹീഹുൽ ബുഖാരി അൻ അംർ ഇബ്നു ഔഫ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, സഹീഹുൽ ബുഖാരിയിൽ കാണാം അംർ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, വല്ലാഹി മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത്, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകുന്നതാണ്. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻപുള്ളവർക്ക് വിശാലമായതുപോലെ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ ഫതുഹ്ലികകും കമാ അഹ്ലകത്ഹും, അവർ മത്സരിച്ചതുപോലെ നിങ്ങളും അതിന് പിന്നാലെ മത്സരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ അവർ നശിച്ചതുപോലെ നിങ്ങളും നശിക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കിസ്റാ കൈസർ കൊട്ടാരത്തിലെ ഖജനാവുകൾ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. അബൂ ഉബൈദയുടെ നേതൃത്വത്തിലുള്ള റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സൈന്യം അത് കൊണ്ടുവന്ന് കാണുമ്പോൾ ഉമർ റളിയല്ലാഹു കരയുകയായിരുന്നു. ഇതിനുശേഷമാണ് ഫിത്നകൾ വർദ്ധിക്കാൻ പോകുന്നത് എന്ന്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകം വ്യാപിച്ച് കിഴക്കും പടിഞ്ഞാറും വ്യാപിച്ചുകൊണ്ടിരിക്കുക. സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും എല്ലാ രീതിയിലും മുസ്ലിമീങ്ങൾക്ക് പ്രതാപം നിലകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. لقد كان النبي صلى الله عليه وسلم يخشى على امته هاتين الفتنتين, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ മേലെ ഈ രണ്ട് ഫിത്നകൾ ഭയപ്പെട്ടിരുന്നു. ഉമ്മത്തിന്റെ മേലെ ഈ ശുബ്ഹത്തുകളും ശഹ്വത്തുകളും ഭയപ്പെട്ടിരുന്നു. كما في مسند احمد عن ابي برزة عن النبي صلى الله عليه وسلم قال, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, انما اخشى عليكم الشهوات التي في بطونكم وفروجكم ومضلات الفتن, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് നിങ്ങളുടെ വയറിന്റെയും നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളുടെയും ഫിത്നകളാണ്, ശഹ്വത്തുകളാണ്, ഇച്ഛകളാണ്. മുദില്ലാത്തിൽ ഫിത്തൻ, അതുപോലെ തന്നെ നിങ്ങളെ പിഴപ്പിച്ച് കളയുന്ന, നിങ്ങളെ വഴികേടിലാക്കി കളയുന്ന ഫിത്നകളെയുമാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഫീ റിവായ മുദില്ലാത്തിൽ ഹവ, മറ്റൊരു റിവായത്തിൽ വഴികേടിലാക്കുന്ന, നിങ്ങളെ പിഴപ്പിക്കുന്ന ഹവയെയാണ് ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അഥവാ മുസ്ലിം ലോകം പിന്നീട് അങ്ങോട്ട് ഈ രണ്ട് ഫിത്നകളായിക്കൊണ്ട് അകപ്പെട്ടുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ച് വിട്ടേച്ചു പോയ ഈ ദീൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥ എന്താണ്? എത്രത്തോളം ശുബ്ഹത്തുകൾ നിറഞ്ഞുകൊണ്ട് പിഴച്ച വിശ്വാസങ്ങളും വാദങ്ങളുമാണ് പലർക്കും ഉള്ളത്. എത്രത്തോളമാണ് മുസ്ലിമീങ്ങൾ ഈ ഷഹ്വത്തിന്റെ പാപങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ട് അതൊന്നും ഹറാമാണെന്ന് പോലും അറിയാതെ അതിലകപ്പെട്ടു പോയിട്ടുള്ളത്. പലപ്പോഴും ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്കറിയാം, ആ മുസ്ലിങ്ങളുടെ, മുശ്രിക്കീങ്ങളുടെ, അല്ലെങ്കിൽ ജൂത നസാറാക്കളുടെ, അതുപോലെയുള്ള ഏത് പിഴച്ച ആളുകളുടെ ആഘോഷങ്ങളും അതൊക്കെ മുസ്ലിമിനെ ആഘോഷിച്ചാൽ എന്താ, അത് എത്ര വലിയ കള്ളവാദമാണെങ്കിലും, എത്ര വലിയ പിഴച്ചവാദമാണെങ്കിലും, ഇസ്ലാമിന് എത്ര എതിരാണെങ്കിലും മുസ്ലിമീങ്ങൾ അതിന് മുന്നിലാണ്. അത്രത്തോളം ശുബ്ഹത്തുകളിലും അതുപോലെ തന്നെ സംഗീതമാവട്ടെ, വേഷവിധാനങ്ങളാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഹറാമുകളിലേക്ക് മുഴുകുന്നതിൽ യാതൊരു ഇസ്ലാമിന്റെ മാനദണ്ഡവും പഠിക്കാത്ത ആളുകളായി ഇന്ന് കാലത്ത് മാറിയിട്ടുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി തുടർന്ന് പറയുകയാണ്, ലഖദ് അമ്മത് ഫിത്നത്തു ശഹ്വാതി ഗാലിബൽ ഖൽഖ്, ഭൂരിഭാഗം ആളുകളെയും ഷഹ്വത്തിന്റെ ഫിത്ന ബാധിക്കുകയുണ്ടായി. അധിക ആളുകൾക്കും ഷഹ്വത്തിന്റെ, അവരുടെ ഇച്ഛകളുടെ ഫിത്ന ബാധിക്കുകയുണ്ടായി. ഫഫ്തതനു ബിദ്ദുനിയ വസഹ്റതിഹാ, ദുനിയാവ് കൊണ്ടും ദുനിയാവിന്റെ അലങ്കാരങ്ങൾ കൊണ്ടും അവർ ഫിത്നയിൽ അകപ്പെട്ടു. വസാറത് ഗായത ഖസ്ദിഹിം, അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് അത് മാറി. ലഹാ യത്ലുബൂൻ, അതിനുവേണ്ടിയായി അവർ തേടുന്നത്. വഹാ യർദൂൻ, അതിനുവേണ്ടിയായി അവർ തൃപ്തിപ്പെടുന്നത്. വലഹാ യഗ്ദബൂൻ വർതകബു മആസി അല്ലാഹ് ബിസബബി ദാലിക്, അതിന്റെ പേരിൽ അവർ കോപിക്കുന്ന അവസ്ഥയുണ്ടായി. അതിന്റെ പേരിൽ അവർ അള്ളാഹുവിനെ ധിക്കരിക്കാൻ തുടങ്ങി. ഈ ദുനിയാവിനോടുള്ള ഇഷ്ടം അവർക്ക് കൂടി ശഹ്വത്തിൽ അകപ്പെട്ട് ഇന്ന് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണത്. വമ്മ ഫിത്നത്തു ശുബ്ഹാത്ത് വൽ അഹ്വാഇൽ മുദില്ല, രണ്ടാമത്തെ ശുബ്ഹത്തിന്റെ ഫിത്നകൾ, വഴികേടിലാക്കുന്ന ഹവയുടെ, ഇച്ഛയുടെ ഫിത്നകൾ. ഫബിസബബിഹാ തഫറഖ അഹ്ലുൽ ഖിബ്ല, ഈ ഒരു കാരണം കൊണ്ടാണ്, ശുബ്ഹത്തുകൾ കൊണ്ടാണ് ഖിബലയുടെ, അഥവാ അഹ്ലുൽ ഖിബല ആയിട്ടുള്ള മുസ്ലിമീങ്ങളുടെ ഇടയിൽ
ചിന്ന ഭിന്നമായി ഉണ്ടായിരുന്നു. അഥവാ ശുഭത്ത് ബാധിച്ചാൽ അവർ ഇസ്ലാമിന്റെ പേരിൽ തന്നെ പിഴച്ച വാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന അവസ്ഥയുണ്ടാകും. വസാറു ശിയഅൻ, അവർ വ്യത്യസ്ത കക്ഷികളായി ഗ്രൂപ്പുകളായി മാറി. വകഫറ ബഅദുഹും ബഅദൻ, ചിലർ മറ്റുള്ളവരെ കാഫിറാക്കാൻ തുടങ്ങി, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അവസ്ഥയിൽ കാഫിറാക്കാൻ തുടങ്ങി. ഫലം യൻജു മിൻ ഹാദിഹിൽ ഫിറഖ് ഇല്ല അൽ ഫിർഖത്തുൽ വാഹിദത്തുൻ നാജിയ, ഈ ഓരോ വിഭാഗങ്ങളിൽ നിന്ന് ഒരു വിഭാഗമല്ലാതെ രക്ഷപ്പെട്ടിട്ടില്ല. വഹുമുൽ മദ്കൂറൂന ഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രക്ഷപ്പെടുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പറഞ്ഞിട്ടുള്ളത്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ അവരെപ്പോഴും ഉണ്ടാകും. വാഹിരീന അലൽ ഹഖ്, ഹഖിലായിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ. അഥവാ എന്താണോ അല്ലാഹു തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, സഹാബികൾ അതെങ്ങനെയാണോ മനസ്സിലാക്കിയത്, അങ്ങനെ ദീനിനെ കൊണ്ട് നടക്കുന്ന ഹഖിലായി കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. ലാ യദുർറുഹും മൻ ഖദലഹും ഔ ഖാലഫഹും, അവരെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന, കൈവിടുന്ന ആളുകൾ, അവർക്കെതിരായി നിൽക്കുന്ന ആളുകൾ അവർക്കൊരു ദോഷവും വരുത്തുകയില്ല. ഹത്താ യഅതിയ അംറുല്ലാഹ് വഹും അലാ ദാലിക്, അവർ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം അഥവാ ഈ ലോകത്തിന്റെ അവസാനം അതെത്തുന്നത് വരെ അവർ ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശഹ്വത്ത് കൊണ്ട് ഫിത്നയിൽ അകപ്പെടുന്ന ആളുകൾ ധാരാളമാണ്, ശുബ്ഹത്ത് കൊണ്ട് അകപ്പെടുന്ന ആളുകളുമുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഈ ഒരു ദീനിൽ ഹഖിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ. എന്നിട്ട് ഇബ്നു ജബൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഹും ഫീ ആഖിരി സമാൻ അൽ ഖുറബാ, ഈ ആളുകളാണ് അന്ത്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിൽ അപരിചിതരായി തീരുന്നത്. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അപരിചിതരായിരുന്നു, അതുപോലെ അപരിചിതരായി തീരുന്നത് ഈ ആളുകളായിരിക്കും. അൽ മദ്കൂറൂന ഫീ ഹാദിഹിൽ അഹാദീസ്, ഈ ഇതുപോലെയുള്ള ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളവർ, അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ഫസാദിലാകുമ്പോൾ നന്നാകുന്ന ആളുകൾ. വഹുമുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ് മിനസ് സുന്ന, അത് മാത്രമല്ല ജനങ്ങൾ സുന്നത്തിനെ തൊട്ട് അഥവാ ഈ ദീനിനെ തൊട്ട് ഫസാദാക്കിയിട്ടുള്ളത് എന്താണോ അതിനെ നന്നാക്കുകയും ചെയ്യുന്ന ആളുകൾ. അഥവാ ഇസ്ലാമിന്റെ പേരിൽ അവർ ശുഭത്തിലും ഷഹ്വത്തിലും ആളുകൾ അകപ്പെട്ടുകൊണ്ട് അവർ ഫസാദായി പോകുന്നുണ്ടാവും. അവർ ഫസാദായി പോകുമ്പോൾ തങ്ങൾ അതിൽ പെടാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവും. മാത്രമല്ല അവർ ഫസാദാക്കി ദീനിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പറഞ്ഞ ഈ ദീനിനെ, അവർ ശുഭത്തിലും ഷഹ്വത്തിലും അകപ്പെട്ട് ഫസാദാക്കിയ ദീനിനെ നന്നാക്കിയെടുക്കുന്ന ആളുകൾ, ആളുകളേക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ. വഹുമുല്ലദീന യഫിറൂന ബിദീനിഹിം മിനൽ ഫിതൻ, അങ്ങനെയുള്ള ആളുകൾ ഫിത്നയിൽ അകപ്പെടുന്നത് ഭയപ്പെട്ടുകൊണ്ട് ആ ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ അവരുടെ ദീന് കൊണ്ട് ഓടി രക്ഷപ്പെടുന്നവരാണ്. വഹുമുൻ നുസ്സാഉ മിനൽ ഖബായിൽ, അവരാണ് അവരുടെ ഗോത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ. ഫലാ ലിഅന്നഹും ഖല്ലു, അവർ വളരെ കുറവാണ്. ഫലാ യൂജദു ഫീ കുല്ലി ഖബീലത്തിൻ മിൻഹും ഇല്ലൽ വാഹിദ് വൽ ഇസ്നാൻ, ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഒരു ഖബീലയിൽ, ഒരു ഗോത്രത്തിൽ അവരുണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ നാട്ടിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും. ഈ ഒരു ആശയത്തിലാണ് മുൻഗാമികളായ ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. എന്നിട്ട് പറയാം, ഖാല ഔസാഇ ഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ ബദൽ ഇസ്ലാം ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദ എന്ന ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഔസാഇ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, അമാ ഇന്നഹു മാ യദ്ഹബുൽ ഇസ്ലാം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം നീങ്ങിപ്പോകുന്നല്ല. അതായത് ബദൽ ഇസ്ലാം ഗരീബൻ സയഊദു ഗരീബ എന്ന് പറയുമ്പോൾ ഇസ്ലാം അപരിചിതമാകുന്നതാണല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം അപരിചിതമാകുന്നില്ല, ഇസ്ലാം ഉണ്ടാകും, മുസ്ലിമീങ്ങളുടെ പേരുള്ള ആളുകൾ ഉണ്ടാകും, ഇസ്ലാമിലാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും, അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടാകും. വലാകിൻ യദ്ഹബു അഹ്ലുസ്സുന്ന, പക്ഷേ ഇല്ലാതാകുന്നത് അഹ്ലുസ്സുന്നയായിരിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന ആളുകൾ, അതുപോലെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, അതിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവരായിരിക്കും കുറയുക. ഹത്താ മാ യബ്ഖാ ഫിൽ ബലദി മിൻഹും ഇല്ലാ റജുലുൻ വാഹിദ്, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ ഒരാൾ മാത്രമേ ബാക്കിയാവുള്ളൂ. അതുപോലെ എന്താകും, അവർ ഒറ്റക്കാകുന്ന, അല്ലെങ്കിൽ അതുപോലെ ഇസ്ലാം നീങ്ങി പോകുന്ന അവസ്ഥയുണ്ടാവും. വളരെ നമ്മൾ ഇന്ന് സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിമീങ്ങളുടെ അവസ്ഥ, അതിൽ ഈ ഒരു മൻഹജിൽ നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ,
അവരെ സംബന്ധിച്ചിടത്തോളം, അഥവാ പൊതു മുസ്ലിമീങ്ങളുടെ സംബന്ധിച്ചിടത്തോളവും ഈ ദീനെ മുറുകെ പിടിക്കുന്ന ആളുകൾ അവർക്ക് മനസ്സിലാകുന്നേ ഇല്ല ഇതെന്ത് ദീനാണ്, ഇത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവർ പറയുന്ന ഒരു കാര്യവും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും അവർ പിന്നെ ഈ ഒരു മൻഹജിൽ നിൽക്കുന്ന സ്ത്രീകൾ അവർ മുഖം മറച്ചുകൊണ്ടും ശരീരം മറച്ചുകൊണ്ടും നടക്കുമ്പോൾ അപ്പുറത്തത് മുസ്ലിമീങ്ങൾ അവരുടെ ശരീരം തുറന്നു കാട്ടുന്ന വേഷങ്ങൾ നടക്കുന്നു. എന്നിട്ട് അവർ ഇസ്ലാം അത് തെറ്റായി കാണുന്നില്ല എന്ന നിലക്കാണ് അവർ മനസ്സിലാക്കുന്നത്. അതാണ് അപകടം. നമ്മൾ വിചാരിക്കും അവർ തെറ്റാണെന്ന് ചില ആളുകൾ അത് ശരിയാണ്, ഇതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ മതി, ഇതാണ് ദീന് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യമാണെങ്കിലും, ഇനി ശുഭത്തിന്റെ മേഖലയിലാണെങ്കിൽ ഷിർക്കും കുഫറും ബിദ്അത്തുകളും എല്ലാം ചെയ്യുന്നത് അതാണ് ദീൻ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാം നീങ്ങിപ്പോകുമെന്നല്ല, അഹ്ലുസുന്ന നീങ്ങിപ്പോകുമെന്നുള്ളതാണ്. വലിഹാദൽ മഅന യൂജദു ഫീ കലാമി സലഫി കസീറൻ മദ്ഹു സുന്ന. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ ഒരു അർത്ഥത്തിൽ സുന്നത്തിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ധാരാളം വാക്കുകൾ സലഫുകളിൽ നിന്ന് കാണാൻ സാധിക്കും. വവസഫഹാ ബിൽ ഗുർബ, ആ മുൻഗാമികൾ അവരെ ഗുർബത്ത് കൊണ്ട്, അപരിചിതത്വം കൊണ്ട് വിശേഷിപ്പിക്കുകയും ചെയ്തു. വവസഫ അഹ്ലഹാ ബിൽ ഖില്ല, അതിന്റെ ആളുകളെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും. ഫകാന അൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് യഖൂൽ ലി അസ്ഹാബിഹി, ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു, യാ അഹ്ലസുന്ന, സുന്നത്തിന്റെ ആളുകളെ, തറഫഖു റഹിമകുമുല്ലാഹ്, നിങ്ങൾ പരസ്പരം കാരുണ്യം കാണിക്കുക, നിങ്ങൾ പരസ്പരം റിഫ്ഖുള്ളവരാവുക, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിൽ ബന്ധവിച്ഛേദനം നടത്തിക്കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യരുത്, അഹ്ലുസുന്നത്തിനകത്ത് നിങ്ങൾ അങ്ങനെ നിൽക്കരുത്. നിങ്ങൾ പരസ്പരം റിഫ്ഖ് കാണിക്കുക, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവട്ടെ. ഫഇന്നകും മിൻ അഖല്ലിൻ നാസ്, നിങ്ങൾ ജനങ്ങളിൽ തന്നെ വളരെ കുറച്ചു പേരേ ഉള്ളൂ, നിങ്ങൾ വളരെ കുറച്ചാണ്. യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ലൈസ ശൈഉൻ അഗ്റബ മിനസ് സുന്ന വഅഗ്റബ മിൻഹാ മൻ യഅരിഫുഹാ, സുന്നത്തിനേക്കാൾ അപരിചിതമായ ഒന്നില്ല, ആ സുന്നത്തിനെ അറിയുന്നവനാണ് ഏറ്റവും അപരിചിതനായിട്ടുള്ളവൻ, അഥവാ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവനാണ്. സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കാണാം, ഇസ്തൗസു ബി അഹ്ലിസ് സുന്ന ഖൈറ ഫഇന്നഹും ഖുറബാ, അഹ്ലുസ് സുന്ന ഏറ്റവും ഖൈറായ നിലക്ക് അവരോട് നിലകൊള്ളണം, അവർ ഖുറബാക്കളാണെന്ന് പറഞ്ഞു കാണാം. യൂസുഫ് ഇബ്നു അസ്ബാത്ത് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഇദാ ബലഗക അൻ റജുലിൻ ബിൽ മശ്രിഖ് അന്നഹു മിൻ അഹ്ലിസ് സുന്ന, നീ അറിയുകയാണ് മശ്രിഖിൽ ഒരു വ്യക്തിയുണ്ട്, അവൻ അഹ്ലുസുന്നയിൽ പെട്ടവനാണെന്ന് അറിഞ്ഞാൽ, ഫബ്അസ് ഇലൈഹി ബിസ്സലാം, അവന് നീ സലാം അറിയിക്കുക. വഇദാ ബലഗ അൻ ആഖർ ബിൽ മഗ്രിബ് അന്നഹു മിൻ അഹ്ലിസുന്ന ഫബ്അസ് ഇലൈഹി ബിസ്സലാം, മഗ്രിബിൽ ഒരാളുണ്ട് എന്ന് കേട്ടാൽ അവനും നീ ഒരു സലാം നീ അറിയിക്കുക. ഫഖദ് ഖല്ല അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകൾ വളരെ കുറവാണ് എന്ന് പറയുകയാണ്. അഥവാ അത്രത്തോളം കാത്തു സൂക്ഷിക്കേണ്ട, അത്രത്തോളം മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മൻഹജും ഈ ഒരു സുന്നത്തിന്റെ പാതയും. ഇനി ഈ സുന്നത്ത് എന്നുള്ള പദത്തെ മുൻഗാമികൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഭാഷാ പരിധിയുടെ അപ്പുറത്തേക്ക് വളരെ ആഴത്തിലുള്ള ഒരു ആശയമായിട്ടാണ് വിശദീകരിച്ചത്. അഥവാ ഈ ഒരു മൻഹജിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസവും കർമ്മവും സംസ്കാരവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമായിട്ടാണ് സുന്നത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. നോക്കൂ, ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാൻ, വമുറാദു ഹഉലാഇൽ അഇമ്മ ബിസ്സുന്ന, ഈ മുൻഗാമികളായ പണ്ഡിതന്മാർ സുന്ന എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വരീഖത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി കാന ഹുവ വഅസ്ഹാബുഹു അലൈഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആയിരുന്ന മാർഗം എന്താണോ അതിനെയാണ്. അത് വിശ്വാസത്തിലും കർമ്മത്തിലും സംസ്കാരത്തിലും ഏതിലായിരുന്നോ അതിനെയാണ് അസുന്ന എന്നുള്ള പദം കൊണ്ട് പറയുന്നത്. അസുന്ന എന്നുള്ള പദം അസ്സാലിമത്തു മിനശ് ശുബ്ഹാതി വശഹവാത്ത്, എങ്ങനെയുള്ള പാതയാണത്? അത് ശുബ്ഹത്തുകളിൽ നിന്നും, നമ്മൾ നേരത്തെ പറഞ്ഞ ശുബ്ഹത്തുകളിൽ നിന്നും ശഹവത്തുകളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ളതാണ്. വലിഹാദാ കാന ഫുദൈൽ ഇബ്നു ഇയാദ് യഖൂൽ, അതുകൊണ്ടാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, അഹ്ലുസ് സുന്ന മൻ അറഫ മാ യുദ്ഖിലു ബത്നഹു മിൻ ഹലാലിൻ, അഹ്ലുസ് സുന്നയിൽപ്പെട്ട ആളുകൾ അവർക്കറിയാം അവരവരുടെ വയറ്റിൽ പ്രവേശിപ്പിക്കുന്നത് അല്ലെങ്കിൽ വയറ്റിൽ പ്രവേശിക്കുന്നത്
ഹലാലിൽ നിന്ന് എന്താണോ അല്ലെങ്കിൽ ഹലാലാണോ എന്നുള്ളത് കൃത്യമായി അറിയുന്ന ആളുകളായിരിക്കും അവർ. എന്താണ് അവ പറയാനുള്ള കാരണം? അഹ്ലുസുന്നത്തിനെ ഹലാൽ ഭക്ഷിക്കുന്നവരാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? വദാലിക ലിഅന്ന അക്ല الحلال من أعظم خصال السنة التي كان عليها صلى الله عليه وسلم وأصحابه റളിയല്ലാഹു അൻഹും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാൽ ഭക്ഷിക്കുക എന്നുള്ളത് അഅ്ളമു ഖിസാലി സുന്ന, സുന്നത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സുന്നത്ത് എന്ന് പറയുമ്പോൾ അഖീദ പെട്ടു, ഇബാദത്തുകൾ പെട്ടു, മുആമലാത്തുകൾ അല്ലെങ്കിൽ സംസ്കാരം ഇതും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത് മൂന്നും റെഡിയാവുമ്പോഴാണ് ഈ എന്താവുന്നത് സുന്ന എന്നുള്ള പദം വരുന്നത്. അതുകൊണ്ടാണ് ഹലാൽ ഭക്ഷിക്കുന്നത് ആ ഇനത്തിൽ പറഞ്ഞത്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഫസുന്നത്തുൽ കാമിലത്തു, പരിപൂർണമായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ത്വരീഖത്തു സാലിമത്തു മിനശ് ശുബ്ഹാത്തി വശഹവാത്ത്, ശുബ്ഹത്തുകളിൽ നിന്നും ശഹവത്തുകളിൽ നിന്നും പരിപൂർണമായി സുരക്ഷിതമായിട്ടുള്ള ഒരു ത്വരീഖത്തിനാണ് അസ്സുന്ന എന്ന് പറയുന്നത്. ശുബ്ഹത്തുകളിൽ നിന്നും ശഹവത്തുകളിൽ നിന്നും പരിപൂർണമായതിനാണ് ഒരു അസുന്നത്തുൽ കാമില, പരിപൂർണമായ സുന്നത്ത് എന്ന് പറയുന്നത്. ثم صار في عرف كثير من العلماء المتأخرين من أهل الحديث وغيرهم السنة, പിന്നീട് പിൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ ആ സുന്നത്തിനെ വിശദീകരിക്കുന്നിടത്ത് അവർ ഉപയോഗിച്ചു വന്ന രീതി ഇബാറത്തുൻ അമ്മാ സലിമ മിന ശുബ്ഹാത്തി ഫിൽ ഇഅ്തിഖാദാത്ത്. അവർ പിൻഗാമികളായ പണ്ഡിതന്മാർ ഈ സുന്ന എന്നുള്ള പദത്തെ ഒന്നുകൂടി പ്രത്യേകമായിട്ട് ഉപയോഗിച്ചു. ഏതർത്ഥത്തിൽ? അഖീദ വിഷയങ്ങളിൽ ശുബ്ഹത്തിൽ നിന്ന് സുരക്ഷിതമായത് എന്ന്. അഥവാ മുൻഗാമികൾ ആദ്യകാലത്തുള്ള സലഫുകൾ അവർ സുന്ന എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസവും കർമ്മവും സംസ്കാരവും ഉൾക്കൊണ്ടിട്ടുള്ള രീതിയിലായിരുന്നു. പിൻഗാമികൾ പിന്നീട് അസുന്ന എന്നുള്ള പദത്തിനെ ഉപയോഗിച്ചു വന്നപ്പോൾ ഇഅ്തിഖാദിയായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ സുരക്ഷിതമായത് എന്ന നിലക്ക് മാത്രമായി ഉപയോഗം. ഖാസത്തൻ ഫീ മസായിലിൽ ഈമാൻ ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വകദാലിക മസായിലിൽ ഖദർ വഫവായിലുസ് സഹാബ. അവർ ഏതൊക്കെ വിഷയങ്ങളാണ് ആ കിതാബുകളിൽ ചർച്ച ചെയ്തത്? ഈമാൻ കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതുപോലെ ഖദറിന്റെ വിശ്വാസത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്തു, സഹാബികൾക്ക് ഫള് കൊടുക്കുന്നതിൽ അഥവാ റാഫിദികളുടെ വാദങ്ങൾക്ക് മറുപടി ആയിട്ടുള്ള രീതിയിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തു. വസന്നഫു ഫീ ഹാദിൽ ഇൽമു തസാനീഫ, ധാരാളം കിതാബുകൾ ഈ ഒരു പേരിൽ എഴുതുകയും സമ്മൂഹ കുതുബസ് സുന്ന, അതിനവർ പേര് കൊടുത്തത് അസ്സുന്ന എന്ന പേരിലാണ്. ധാരാളം പണ്ഡിതന്മാർക്ക് അസ്സുന്ന എന്ന പേരിൽ കിതാബുകൾ കാണാൻ സാധിക്കും. ധാരാളം മുൻഗാമികൾ സലഫുകളുടെ ധാരാളം പണ്ഡിതന്മാർക്ക് അസ്സുന്ന എന്ന പേരിൽ കിതാബുകൾ കാണാം. കാരണം ഈ ഒരു കാര്യം എഴുതിയിട്ടുള്ളത്. വൈന്നമാ ഖുസ്സു ഹാദൽ ഇൽമ ബിസ്മിസ് സുന്ന خصوا هذا العلم باسم السنة لأن خطره عظيم والمخالف فيه على شفا هلكة. ഇത് പ്രത്യേകം ഇവരെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുന്നത്തിന്റെ പേര് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അപകടം വലുതാണ്. ഇന്ന് തെറ്റിപ്പോയാൽ അപകടം വലുതാണ്. ഇതിനെതിരായി നിൽക്കുന്നവർ നാശത്തിന്റെ അറ്റത്തുമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പോ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് ആ ഖുറബാക്കളെ പറ്റി പറയുമ്പോൾ ആദ്യം ഇസ്ലാമിന്റെ ആരംഭവും ഇസ്ലാമിന്റെ പ്രതാപവും പിന്നീട് ഇസ്ലാമിലേക്ക് ശുബ്ഹത്തും ഷഹ്വത്തുകളും കടന്നു കയറി മുസ്ലിമീങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിയത് പറഞ്ഞു. ഷഹ്വാത്തുകൾ ധാരാളമായിട്ടുണ്ടായി, ദുനിയാവിനോടുള്ള ഇഷ്ടം, അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ശുബ്ഹാത്തുകളെ പറ്റി പറഞ്ഞു. ആ ശുബ്ഹത്തുകളിൽ നിന്ന് ഷഹ്വത്തുകളിൽ രക്ഷപ്പെടണം, ശുബ്ഹത്തുകളിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അവരാണ് ഖുറബാക്കളെന്ന് പറഞ്ഞു. പിന്നെ അസുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുബ്ഹത്തുകളിൽ നിന്നും ഷഹ്വത്തുകളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള ആ നെഹ്ജിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് സുന്നത്തിന്റെ ആളുകൾ, അഹ്ലുസുന്ന എന്ന് പറയുന്നത്. അവരാണ് ഖുറബാക്കൾ. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഹൗലാഇൽ ഖുറബാഉ ഖിസ്മാൻ, ഈ തരത്തിലുള്ള ഖുറബാക്കൾ രണ്ട് ഇനമുണ്ട്. അഥവാ ഈ അഹ്ലുസുന്നന്റെ ഇനം പറഞ്ഞു, അതിൽ ഖുറബാക്കളാണെന്ന് പറഞ്ഞു. അവർ രണ്ടിനമുണ്ട്. അഹദുഹുമ, ഒന്നാമത്തേത് മൻ യുസ്ലിഹു നഫ്സഹു ഇൻദ ഫസാദിൻ നാസ്, ജനങ്ങൾ ഫസാദിലായിരിക്കുമ്പോൾ അവനവന്റെ സ്വന്തത്തെ നന്നാക്കുന്നവർ. ജനങ്ങൾ ഫസാദിലാകുമ്പോൾ ആ ഫസാദിലേക്ക് പോകാതെ അവനവന്റെ സ്വന്തത്തെ നന്നാക്കുന്ന ആളുകൾ. വസ്സാനി, രണ്ടാമത്തെ കൂട്ടർ മൻ യുസ്ലിഹു മാ അഫ്സദൻ നാസ് മിനസ് സുന്ന വഹുവ അഅലൽ ഖിസ്മൈൻ, രണ്ടാമത്തെ കൂട്ടർ അവന്റെ കാര്യം മാത്രമല്ല നോക്കുക, ജനങ്ങൾ ഫസാദായിക്കൊണ്ടിരിക്കുന്ന സുന്നത്തിനെ, സുന്നത്ത് പറഞ്ഞാൽ മനസ്സിലാക്കണം എന്താണ്, ഈ മൻഹജിനെ, ഈ ദീനിനെ
അതിനെ നന്നാക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം പരിശ്രമിക്കുന്ന, നന്നാക്കുന്ന ആളുകൾ, അവരാണ് ഈ രണ്ടിനങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആളുകൾ എന്ന് പറയാം. അപ്പൊ ഈ ദീന്, ഈ മൻഹജ് എന്നുള്ളത്, ഈ ഇസ്ലാം എന്നുള്ളത് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ലയിച്ചു പോയി ആളുകൾ പല രീതിയിൽ കൊണ്ടു നടക്കുന്ന അവസ്ഥയിലാണുള്ളത്. അതിനെ ഈ യഥാർത്ഥ പാതയിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മനസ്സിലാക്കിയ ആളുകൾ സ്വന്തത്തെ നന്നാക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിൽ അത് നിലനിർത്തണം. അങ്ങനെയുള്ള ആളുകൾ ഈ ബിദ്അത്തിൽ നിന്നും മറ്റുള്ളവരിൽ മാറി നിന്ന് ഇതിനെ മുറുകെ പിടിക്കുന്ന ആളുകളാണെന്ന് പറയാം. ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു അഥർ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് കൊടുക്കുന്നുണ്ട്. സുന്നത്തുക്കും വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ബൈനൽ ഗാലി വൽ ജാഫി. ഈ നിങ്ങളുടെ സുന്നത്ത് അഥവാ നിങ്ങളുടെ ഈ മൻഹജ്, ഈ ദീന് എന്നുള്ളത് അതിൽ ഗുലൂവിലായ ആളുകളുടെയും അതിനെ തീരെ പരിഗണിക്കാത്ത ആളുകളുടെയും ഇടയിലാണ്. വൽ മുത്തജ്ജിഫ് വൽ ജാഹിൽ, അതിൽ ആർഭാടമായി മുഴുകി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ജാഹിലായി നിൽക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ ഇടയിലാണ്. പല കൂട്ടം ആളുകളുടെ ഇടയിലാണ് ദീനുള്ളത്. എന്നിട്ട് പറയാണ് ഫസ്ബിറു അലൈഹ, നിങ്ങൾ ഈ യഥാർത്ഥ മൻഹജിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക. ഫഇന്ന അഹ്ലസുന്ന കാനു അഖല്ലന്നാസ്, അഹ്ലുസുന്ന എന്നുള്ളത് ജനങ്ങളിൽ വളരെ കുറവാണ്. അല്ലദീന ലം യഖുദൂ മിൻ അഹ്ലിൽ ഇത്റാഫ് ഇത്റാഫഹും വലാ മിൻ അഹ്ലിൽ ബിദ്അ അഹ്വാഅഹും, ബിദ്അത്തുകാരിൽ നിന്ന് ബിദ്അത്തോ അല്ലെങ്കിൽ ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയിൽ ആ രീതിയിലുള്ള കാര്യങ്ങളോ അതൊന്നും എടുക്കാതെ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. വസബറു അലാ സുന്നതിഹിം ഹത്താ അതൗ റബ്ബഹും ഫകദാലിക ഇൻഷാ അല്ലാഹ് ഫകൂനു, അവർ അവരുടെ ദീനിൽ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അവരതിൽ ക്ഷമയോടുകൂടി നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അതുപോലെയാവുക എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹ് പ്രത്യേകം പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സലഫുകളുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ദീനിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകുന്നത്, പിഴച്ചു പോകുന്നത് അവർ നേരിട്ട് കണ്ടറിയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചില വാക്കുകൾ കാണാം. മുൻഗാമികൾപ്പെട്ട സുലൈമാൻ അദ്ദാറാനി റഹിമഹുള്ളയുടെ കാലത്തെല്ലാം ജീവിച്ച അഹ്മദ് അൽ അൻതാഖി എന്ന സലഫിൽപ്പെട്ട വ്യക്തി അദ്ദേഹം പറഞ്ഞത് കാണാം. ഇന്നി അദ്റക്തു മിനൽ അസ്മിന സമാനൻ ആദ ഫീഹി അൽ ഇസ്ലാം ഗരീബൻ കമാ ബദ. മുൻഗാമികൾ സലഫിൽപ്പെട്ട അദ്ദേഹം പറയാണ്, ഞാനിത് ഒരു കാലത്തിലെത്തിയിരിക്കുന്നു, ഇസ്ലാം അപരിചിതമായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് എന്ന് അദ്ദേഹം പറയാണ്. വആദ വസ്ഫുൽ ഹഖ് ഫീഹി ഗരീമൻ കമാ ബദ, ഇവിടെ ഹഖിന്റെ വിശേഷണങ്ങൾ, ശരിയായ പാതയിലുള്ള ആളുകൾ അവർ അപരിചിതമായിട്ടുണ്ട് തുടങ്ങിയ കാലം പോലെ. ഒരു ആലിമിന്റെ അടുക്കലേക്കാണ് നീ പോകുന്നത് എങ്കിൽ ആ ആലിമിനെ നീ കാണും ദുനിയാവിനോടുള്ള ഇഷ്ടം കൊണ്ട് മുഴുകിയ അവസ്ഥയിൽ. നേതൃത്വവും ആളുകളുടെ ഇടയിൽ പ്രതാപവും ഉണ്ടാകണമെന്നുള്ള അതിനെ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ. ഒരു ആബിദിന്റെ അടുക്കലേക്കാണ് നീ പോകുന്നതെങ്കിൽ വജദ്തഹു ജാഹിലൻ ഫി ഇബാദതിഹി മഖ്ദൂഅൻ സരീഅൻ, അവന്റെ ഇബാദത്തിൽ ജാഹിലായിക്കൊണ്ട് എല്ലാ പിഴവിലുമായിക്കൊണ്ട് പോകുന്ന അവസ്ഥയിലായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇബ്ലീസ് അവരുടെ ഇബാദത്തുകളെ പൊളിച്ചു കളഞ്ഞ അവസ്ഥയിലായിരിക്കുമെന്ന് കാണാം. മറ്റൊരു അസറിൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലൗ അന്ന റജുലൻ മിന അസ്സദ്രിൽ അവ്വൽ صدر الأول بعث اليوم ما عرف من الإسلام شيئا إلا هذه الصلاة. അദ്ദേഹം പറയാണ്, ആദ്യകാലത്ത് അഥവാ സഹാബികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് ഇപ്പൊ വന്നിട്ടുണ്ട് എങ്കിൽ നിസ്കാരമല്ലാതെ ഒന്നും അവരെന്ത് കാണൂല, അവരുടെ കാലത്തുണ്ടായിരുന്നത് പോലെ കാണുകയില്ല എന്ന് പറഞ്ഞു കാണാം. അത്രത്തോളം ആളുകൾ ദീനിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പഴച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയാം. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ റിസാലയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചില വാക്കുകൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു അവസ്ഥയെ പറ്റി പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ആലിമുകളെ പറ്റി അഥവാ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകളെ പറ്റി അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം 3 കൂട്ടരായി വേർതിരിച്ചു എന്ന് പറയാം. അലി റളിയല്ലാഹുവിന്റെ ഒരു വലിയ വാക്ക് കൊടുത്തിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഫഖസ്സമ അമീറുൽ മുഅ്മിനീൻ ഹംലത്തുൽ ഇൽമി ഇലാ 3 അഖ്സാം. ഇൽമിനെ കൊണ്ട് നടക്കുന്ന ആളുകളെ അലി റളിയല്ലാഹു അൻഹു 3 വിഭാഗമായി തിരിച്ചത് കാണാം. ഖിസ്മുൻ ഹും അഹ്ലു ശുബ്ഹാത്ത്, ഒന്നാമത്തെ കൂട്ടർ ശുബ്ഹത്ത് ബാധിച്ച ആളുകളാണ്. ഇൽമു കൊണ്ട് നടക്കുന്ന ആളുകൾ ഒന്നാമത്തെ കൂട്ടർ ശുബ്ഹത്ത് ബാധിച്ച ആളുകളാണ്. വഹും മൻ ലാ ബസീറത ലഹു മിൻ ഹംലത്തിൽ ഇൽം. ആ കൂട്ടരാരാണ്?
ഇൽമിനെ സ്വീകരിക്കുന്നതിൽ ഒരു ഉൾക്കാഴ്ചയുമില്ലാത്ത അവസ്ഥ. ينقده الشك في قلبه بأول عاون من شبهة فتأخذه الشبهة ويقع في الحيرة والشكوك ويخرج من ذلك البدع والضلالات. ഏതൊരു കാര്യം കിട്ടിയാലും അതിൽ സംശയവും ശുബ്ഹത്തും ബാധിച്ച് ഏതെങ്കിലും ബിദ്അത്തുകളിൽ പോയി വഴികേടിലായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ശുബ്ഹത്ത് ബാധിച്ച അവസ്ഥയിലായിരിക്കും ഒരു കൂട്ടരുണ്ടാവുക. അത് പഴച്ച വിശ്വാസങ്ങളും പഴച്ച കർമ്മങ്ങളും അതിന്റെ ഭാഗമായിട്ടും ഒക്കെ പോയി വീഴുന്ന ആളുകൾ. വഖിസ്മുൻഹും അഹ്ലു ഷഹ്വാത്ത്, രണ്ടാമത്തെ ഇനം. ഒന്നാമത്തെ ശുബ്ഹത്ത് ബാധിക്കുന്ന ആളുകൾ, രണ്ടാമത്തേത് ഷഹ്വത്ത് ബാധിക്കുന്ന ആളുകൾ. വഹബ്ബുഹും നൗആൻ, അവർ രണ്ടു തരത്തിലുണ്ടാവും. ഷഹ്വത്ത് ബാധിച്ച ആളുകൾ രണ്ടു തരത്തിലുണ്ടാവും, ദുനിയാവിനോട് ഇഷ്ടം ബാധിച്ചവർ. അഹദുഹുമ, അതിൽ ഒന്നാമത്തെ ആളുകൾ മൻ യത്ലുബു ദുനിയ ബിനഫ്സിൽ ഇൽമി ഫയജ്അലുൽ ഇൽമ ആലതൻ ലികസ്ബിദ് ദുനിയ. ഈ ദീനിയായ ഇൽമിനെ തന്നെ ദുനിയാവ് നേടാനുള്ള ഒരു മാർഗമാക്കി മാത്രം മാറ്റുന്നത്. അവർ ദീന് പഠിക്കുന്നതും അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കുന്നതും ദുനിയാവ് നേടാൻ വേണ്ടി മാത്രമായിരിക്കും. അവർക്ക് അതിൽ നിന്ന് അവരൊന്നും ജീവിതത്തിൽ പകർത്തേ അവർക്കത് എടുക്കുക ഒന്നും ഉണ്ടാവില്ല. ആ നിലക്ക് മാത്രം ഉണ്ടാകുന്ന ആളുകൾ. വസാനി, രണ്ടാമത്തേത് മൻഹമ്മുഹു ജംഅദ് ദുനിയ വക്തിനാസുഹാ വദ്ദിഖാറുഹാ. അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദുനിയാവ് നേടുക, അത് ഒരുമിച്ച് കൂട്ടുക മാത്രം. അഥവാ ഇൽമു കൊണ്ടല്ല അവർ ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ അതുണ്ടാവുക എന്നുള്ള നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. വകുല്ലു ഹൗലാഇ ലൈസൂ മിൻ ദിആത്തിദ്ദീൻ വഇന്നമാ ഹും കൽ അൻആം. അവർ ദീന് കൊണ്ടിളക്കുന്ന ആളുകളല്ല, അവർ കന്നുകാലികളെ പോലെയുള്ളവരായിരിക്കും. വലിഹാദാ ശബ്ബഹ അല്ലാഹു തആല മിൻ ഹുമ്മിലത് തൗറാത്ത് ثم لم يحملها بالحمار الذي يحمل أسفارا. അതുകൊണ്ടാണ് ജൂതന്മാരെ പറ്റി അല്ലാഹു തആല തൗറാത്ത് സ്വീകരിച്ചവർ കഴുതകളെ പോലെയാണെന്ന് പറയാനുള്ള കാരണം. അവരാ ഇൽമു കൊണ്ട് അവരെടുക്കേണ്ടത് എടുത്തില്ല. അപ്പൊ ഒന്നാമത്തെ കൂട്ടർ ശുബ്ഹത്ത് ബാധിച്ചവർ, രണ്ടാമത്തെ ഷഹ്വത്ത് ബാധിച്ചവർ, അത് രണ്ടിനുമുണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടർ വൽഖിസ്മു സാലിസ് മിൻ ഹമലത്തിൽ ഇൽം, ഇൽമിനെ സ്വീകരിക്കുന്നവർ ഹും അഹ്ലുഹു വഹംലതുഹു വരിആതുഹു വൽഖാഇമൂന ബിഹുജജില്ലാഹി വബയ്യിനാതിഹി. അവരാണ് ആ ഇൽമിന്റെ ആളുകൾ, അത് കൊണ്ട് നടക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ. വദക്കറ അന്നഹുൽ അഖല്ലൂന അദദൻ അൽഅഅമൂന ഇൻദല്ലാഹി ഖദറൻ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അവർ എണ്ണത്തിൽ കുറവായിരിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനത്തിൽ മഹത്തരമായ സ്ഥാനത്തുള്ള ആളുകളായിരിക്കും. ഇശാറത്തൻ ഇലാ ഖില്ലത്തി ഹാദൽ ഖിസ്ം വഗുർബതിഹി മിൻ ഹമലത്തിൽ ഇൽം. അവരെ പറ്റി അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ അവരെ എണ്ണത്തിൽ കുറവും അവർ അപരിചിതരുമായിരിക്കും എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഇൽമിന്റെ ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ഉറബാക്കൾ. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ആ കൂട്ടർ അങ്ങനെയുള്ള ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലിൻ. ദുനിയാവിൽ നിങ്ങൾ എങ്ങനെയാകണം? അപരിചിതനെ പോലെയാണ്. ഇതുപോലെയായിരുന്നു വഴിയാത്രക്കാരനെ പോലെ. ഫകഅന്നക ബിദ്ദുനിയ വലം തകുൻ വബിൽആഖിറതി ലം തസൽ. ദുനിയാവ് പിന്നെ ഉണ്ടായിട്ടില്ലാത്ത പോലെ, അതുപോലെ തന്നെ പരലോകം അത് നിലനിൽക്കുന്നതാണ് എന്നുള്ള ബോധത്തിലായിരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് വളരെ നല്ലൊരു ഉപമയിലൂടെ ഈ കാര്യം പറയുന്നുണ്ട്. ഫൽ മുഅ്മിനു ഫിദ് ദുനിയ, ഒരു മുഅ്മിൻ ഈ ദുനിയാവിൽ ഈ ശഹ്വത്തുനിന്ന് ശുബ്ഹത്തുനിന്ന് ഒഴിവാകുമ്പോഴാണ് യഥാർത്ഥ ഗരീബാവുക, കുറവാക്കൽ പെടുക എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള ഒരാൾ ദുനിയാവിൽ കൽ ഗരീബ്, അപരിചിതനെ പോലെ ആയിരിക്കും. അപരിചിതൻ എന്ന് പറഞ്ഞാൽ അൽ മുജ്താസ് ബി ബൽദതി ഗൈരി മുസ്തൗതിനിൻ ഫീഹാ യഷ്താഖു ഇലാ ബലദിഹി വഹമ്മിഹി അർജു ഇലൈഹാ. അയാൾ മറ്റൊരു നാട്ടിലൂടെ യാത്ര പോവാണ്, അവൻ അവന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് തൽക്കാലം യാത്രക്ക് പോയി. ആ യാത്രയിൽ പോകുമ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? വേഗം തിരിച്ചു വരേണ്ടതുണ്ടാകും. എന്നിട്ട് പറയാണ്, അവനാ യാത്രയിൽ അവന് ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അവിടുന്ന് പോയിട്ട് തിരിച്ചു വരാൻ എന്തൊക്കെ ആവശ്യമായ സാധനങ്ങളുണ്ടോ അത് മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതിലൊരുക്കിയിട്ടാണ് പോയിട്ടുണ്ടാവുക. ولا ينافس أهل ذلك البلد المستوطنين فيه في عزهم ولا يجزع مما أصابه عندهم من الذل. ആ ആളുകൾ, അവൻ പോയ നാട്ടിലെ ആളുകൾ, അവരുടെ ആളുകൾ മത്സരിക്കുന്ന ഒന്നിനോട് അവൻ എന്തുണ്ടാവില്ല? മത്സരം ഉണ്ടാവില്ല. കാരണം അവന്റെ നാടല്ല, അവനെ മത്സരിക്കാൻ നിൽക്കൂല.
അതുപോലെ തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അവർ പറഞ്ഞാലോ മറ്റോ ഇവന് പ്രശ്നമില്ല, എന്റെ നാടൊന്നുമല്ല, നീ അവിടുന്ന് പോകും എന്നുള്ള അവസ്ഥയിലായിരിക്കും. ഇബ്നു റജബ് ഹംബലി ഈ ഒരു ഉദാഹരണം ഒന്നുകൂടി വിശദമായി മറ്റു ചില കിതാബുകളിൽ പറഞ്ഞത് കാണാം. വേറൊരു നാട്ടിലൂടെ യാത്ര പോകുന്ന ഒരാളുടെ ഉപമ പല കിതാബുകളിലും പറയുന്നത് കാണാം. ഇപ്പോൾ അയാളുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അയാളുടെ നാട്ടിൽ ഏറ്റവും വലിയ കൊട്ടാരവും ഏറ്റവും നല്ല വാഹനങ്ങളും ഏറ്റവും സൗന്ദര്യമുള്ള ഇണകളും ഒക്കെ ഉള്ള ഒരാളാണ്. നല്ല സന്താനങ്ങളൊക്കെ ഉണ്ട്. ഒരു മനുഷ്യൻ ദുനിയാവിൽ ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ട്. അവൻ്റെ നാടിനേക്കാൾ സാമ്പത്തിക ശേഷിയും അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളെല്ലാം കുറവുള്ള ഒരു നാട്ടിലൂടെ അവൻ ഒരു യാത്ര പോവാണ്. കുറച്ച് കാലം ആ നാട്ടിൽ പോയി നിൽക്കേണ്ടി വന്നു. ആ നാട്ടിലെ ഇവൻ പോയ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇവന്റെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഒരു താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഓരോ നാടിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവൻ ആ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകളൊക്കെ അവിടെയുള്ള ഈ സമ്പന്നൻ, ഇവൻ പോയ നാടിന്റെ ഏറ്റവും സമ്പത്തുള്ള ആളുടെ പോലെ സമ്പത്തുണ്ടാവണം, അവിടെ അയാൾക്കുള്ള പോലെ വാഹനം വേണം, അയാളുടെ ഇണകളെ പോലെ സൗന്ദര്യമുള്ള ഇണകൾ തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ സാധാരണക്കാർ. അപ്പൊ ഈ പോയ ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഇയാളുടെ അവസ്ഥ എന്താ? അയാൾ ആഗ്രഹിക്കുമോ? അയാൾ ആ നാട്ടിൽ കുറച്ചു കാലം താമസിക്കാൻ പോയതാണ്. അപ്പോൾ അയാൾക്ക് താമസിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ നാട്ടിലൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടാവില്ല, അവിടെയുള്ള സൗകര്യത്തിലേ താമസിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഈ ആളുകൾ, അവിടെയുള്ള സാധാരണക്കാർ ഇങ്ങനെ ഇതിനെ ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ ഈ യാത്രക്കാരനായ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ചിന്തിക്കുക, ഇവരൊക്കെ എന്തിനപ്പോൾ ഇന്ത്യയിൽ ഇതിനേക്കാൾ വലുതുണ്ടല്ലോ എൻ്റെ നാട്ടിൽ, ഞാൻ കുറച്ച് 2 ദിവസം കഴിഞ്ഞാൽ എന്താവും? ഞാൻ ഇവിടുന്ന് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും, അവിടെ എനിക്ക് ഇതിനേക്കാൾ വലുതുണ്ട്, ഇവർ ഇതിൻ്റെ പിന്നാലെ എന്തിനാ പോകുന്നത് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ നാട്ടിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമോ അവരുടെ ചിലപ്പോൾ വലിയ സ്വപ്നമായിരിക്കും അത്. ഇതേപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ. അതായത് ഒരു മുഅ്മിൻ അവന്റെ യഥാർത്ഥ മടങ്ങി ചെല്ലാനുള്ള ഭവനം, അവന്റെ തറവാട് അല്ലെങ്കിൽ അവന്റെ വീട് ഏതാണ്? സ്വർഗാണ്. അവന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ സ്വർഗാണ്. ആ സ്വർഗത്തിലുള്ള ഭവനങ്ങളെക്കാളോ അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കാളോ ഇണകളെക്കാളോ ഭക്ഷണത്തിനേക്കാളോ മറ്റെന്തിനേക്കാളോ ഒന്നും ഇവിടെ അല്ല. ഇവിടെ തൽക്കാല യാത്രക്ക് വന്നതാണ്. നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ യഖീനുള്ള, അള്ളാഹു വാഗ്ദാനം ചെയ്ത വാഗ്ദാനത്തിൽ ഉറപ്പുള്ള ഒരു വ്യക്തി അവൻ എന്തുണ്ട്? അവൻ ഈ ലോകത്ത് വന്നിട്ട് ഏറ്റവും വലിയ സൗകര്യമുള്ള ആളുകളെ കാണുമ്പോൾ എന്താ മനസ്സിൽ വിചാരിക്കുക? ഞാൻ എന്തായാലും ഇവിടുന്ന് മരിച്ചു പോകണം, ഇവിടുന്ന് തിരിച്ച് ഞാൻ പോകണം, എനിക്ക് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ എന്തുണ്ട്? സ്വർഗത്തിൽ ഉണ്ട്. ഞാനിത് ആഗ്രഹിച്ച് നടക്കേണ്ട ഒരാവശ്യമില്ല. ഇത് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളോട് എന്താ ഉണ്ടാവുക? ആ മറ്റേ ആളെ പോലെ ആയിരിക്കും. നമ്മൾ പറഞ്ഞ ഒരു പുച്ഛായിരിക്കും, ഇവൻ എന്തിനു ഇതിന്റെ പിന്നാലെ പോകുന്നു, ആ ഒരു അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിൻ ഉണ്ടാവേണ്ടത്. അവൻ സ്വാഭാവികമായിട്ടും എന്താണ്? അവൻ ഖരീബായിരിക്കും. അവനും നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ആലോചിച്ചാൽ മതി. ആ യാത്രക്കാരൻ വന്നിട്ട് ഈ ചെറിയ നാട്ടിലെത്തിയിട്ട് ആ ചെറിയ നാട്ടിലുള്ള ഏറ്റവും പണക്കാരനായ ആളെ പോലെ ജീവിതം വേണം, അവനെ പോലെ വാഹനം വേണം എന്ന് ആഗ്രഹിച്ച് കൊതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവനേക്കാൾ വലിയ വിഡ്ഢി ഉണ്ടോ? ഇല്ല, അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. അപ്പൊ സ്വർഗത്തിലെ യഖീൻ നഷ്ടപ്പെടുന്നത് കൊണ്ടും പരലോകബോധം നമ്മൾ വിട്ടേച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ദുനിയാവിൽ ഖരീബാവാത്തത്, ദുനിയാവിൽ അപരിചിതനായി മാറാത്തത്. അതാണ് ഇബ്നു റജബ് ഹംബലി ഇങ്ങനെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത്. അവരുടെ പ്രതാപമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും, ആ നാട്ടുകാരൻ വന്നിട്ട് ഇയാളോട് പറയാണ്, ഈ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല, അവിടെ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനെ കണ്ടില്ല എന്നുള്ള ആക്ഷേപം വന്നാൽ ഇവനെന്താ ഉണ്ടാവുക? എന്താ പിന്നെ മനസ്സിലുണ്ടാവുക? നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളാണ് അയാളെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ഒരു നാട്ടിലെത്തിയിട്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ വന്നിട്ട് നമ്മളോട് വന്നിട്ട് ഇങ്ങനെ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ മനസ്സിൽ എന്തായിരിക്കും? എന്താ അവസ്ഥ ഉണ്ടാവുക? പുച്ഛായിരിക്കും, ഇവൻ എന്തിന്റെ കേടാവും? അതേപോലെയാണ് ഉണ്ടാവുക. ഹസൻ ബഷീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അൽ മുഅ്മിൻ ഫി ദുനിയാ കൽ ഗരീബ്, ദുനിയാവിൽ മുഅ്മിൻ അപരിചിതനെ പോലെ ആയിരിക്കും. ലാ യുസ്അഉ മിൻ ദുല്ലിഹാ വലാ യുനാഫിസു ഫി ഇസ്സിഹാ, അവരുടെ ഒരു ആക്ഷേപവും ഒരു നിന്ദ്യയും അവനൊരു കുഴപ്പമുണ്ടാകില്ല. ദുനിയാവില് എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും ദുനിയാവിന്റെ കുറവുകളുടെ പേരിൽ അവനെ ആക്ഷേപിച്ചാൽ, അവനെ പുച്ഛിച്ചാൽ, അനക്ക് വണ്ടിയില്ല, അനക്ക് അതില്ല, എനിക്ക് എന്തെങ്കിലും കണ്ടില്ല, എന്നെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവനൊരു കുഴപ്പമില്ല, അവനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അതുപോലെ തന്നെ വലാ യുനാഫിസു ഫി ഇസ്സിഹാ, ഈ ദുനിയാവിൽ പ്രതാപം തേടുന്ന ആളുകളുടെ പിന്നാലെ മത്സരിക്കാനും അവൻ നിൽക്കില്ല. അയാളെ പോലെ ആണോ അല്ലെങ്കിൽ അയാളെ പോലെ ഇന്ന് വേണം എന്ന് മത്സരിക്കാനും നിൽക്കില്ല.
ലഹു ശഅ്നുൻ വലിന്നാസി ശഅ്നുൻ. അവൻ്റെതായ കാര്യങ്ങളുണ്ട്, ജനങ്ങൾക്ക് അവരുടേതായ കാര്യങ്ങളുമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ദുനിയാവിൽ അപരിചിതത്വമുള്ള ഒരുവൻ എന്ന് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ പറയാൻ. എന്നാൽ റിസാലയുടെ അവസാനത്തിൽ ഈ ഒരു ഗുർബത്ത്, ഈ ഒരു അപരിചിതത്വം ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഇബ്നു റജബുൽ ഹംബലി പറയാണ്, വൽ ഗുർബത്തു ഗുർബതാൻ. ഈ അപരിചിതത്വം എന്നുള്ള അവസ്ഥ, അതായത് ഒരു മുഅ്മിൻ ഈ ഒരു അപരിചിതനായി എന്ന് വിചാരിക്കുക. അപരിചിതനായിട്ടുള്ള മുഅ്മിനീങ്ങളിൽ തന്നെ രണ്ടിനം ആളുകൾ ഉണ്ടാവും. മുഅ്മിനീങ്ങളിൽ തന്നെ രണ്ടിനം ആളുകൾ ഉണ്ടാവും. മറ്റുള്ള ആളുകളിൽ നിന്ന് ശുബ്ഹത്തിനും ശഹ്വത്തിനും സുരക്ഷിതമായി അഹ്ലുസുന്നയുടെ മൻഹജിലായി ഈ രീതിയിൽ ഗുർബത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഗുർബത്തുള്ള ആളുകൾ, അവർ തന്നെ രണ്ടിനം ഉണ്ടാകും. ഗുർബത്തുൻ വാഹിറത്തുൻ വഗുർബത്തുൻ ബാത്തിനത്തുൻ. ഇബ്നു റജബ് പറയാണ്, വാഹിറായിട്ടുള്ള ഗുർബത്തും ബാത്തിനായിട്ടുള്ള ഗുർബത്തുൻ. പ്രകടമായിട്ടുള്ള ഒരു അപരിചിതത്വവും ആന്തരികമായിട്ടുള്ള അപരിചിതത്വവും. എന്താണത്? ഫവാഹിറത്തു, വാഹിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുർബത്തു അഹ്ലി സ്വലാഹി ബൈനൽ ഫുസാഖ്, തെമ്മാടികളായിട്ടുള്ള ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ. അവരെന്തായിരിക്കും? തെമ്മാടികളെ പോലെയല്ല, നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. വഗുർബത്തു സ്സാദിഖീന ബൈന അഹ്ലി ദിയാഇ വന്നിഫാഖ്, ദിയാഇന്റെയും നിഫാഖിന്റെയും ആളുകൾക്കിടയിൽ സിദ്ഖോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ. അല്ലദീന സലബുൽ ഖശിയത വൽ ഇഷ്ഫാഖ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്നുള്ള ഭയത്തോടു കൂടി അങ്ങനെയൊക്കെ അമലുകൾ ചെയ്യുന്ന ആളുകൾ. വഗുർബത്തു സ്സാഹിദീന ബൈന റാഗിബീന ഫീ കുല്ലി മാ യൻഫദു വലൈസ ഹുവ ബാഖിൻ, ദുനിയാവിന്റെ പിന്നാലെ ആഗ്രഹിക്കുന്ന അഥവാ ദുനിയാവിനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ഗുർബത്തുള്ള ആളുകൾ ഉണ്ടാവും. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ദുനിയാവിൽ കൂടുതലുള്ള ആളുകൾ ഉണ്ടാവും, സുഹുദുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ സുഹുദുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന അങ്ങനെയുള്ള ഗുർബത്തുകൾ, അഥവാ എന്താണ് ഉദ്ദേശിച്ചത്? തെമ്മാടികളിൽ ഇസ്ലാഹുള്ള ആളുകൾ, നന്മയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത് പോലെ, റിയായിന്റെയും നിഫാഖിന്റെ ആളുകൾക്കിടയിൽ സിദ്ഖുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത് പോലെ, ഇതുപോലെയുള്ള ദുനിയാവിനോട് ആഗ്രഹമുള്ള ആളുകൾക്കിടയിൽ സുഹുദുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത് പോലെ ലാഹിറായ ഒരു ഗുർബത്തുണ്ട്. രണ്ടാമത്തേത് വമ്മൽ ഗുർബത്തുൽ ബാത്തിന, ബാത്തിനായ ഗുർബത്ത് എന്ന് പറഞ്ഞാൽ ഫഗുർബത്തുൽ ഹിമ്മ, അവന്റെ നിയ്യത്തിന്റെ, ഉദ്ദേശത്തിന്റെ ഗുർബത്ത്, അവന്റെ ഖൽബിനുണ്ടാകുന്ന ഉദ്ദേശത്തിന്റെയും നിയ്യത്തിന്റെയും എല്ലാം ഗുർബത്ത്. വഹിയ ഗുർബത്തുൽ ആരിഫ് ബൈനൽ ഖൽഖി കുല്ലിഹിം ഹത്തൽ ഉലമാ വൽ ഉബ്ബാദ് വസ്സുഹാദ്, അത് അള്ളാഹുവിനെ കുറിച്ച് അടുത്തറിയുന്ന ആളുകൾ, അള്ളാഹുവിനെ ഇൽമുണ്ടായിട്ട് ആ ഇൽമിന്റെ മുകളിൽ അള്ളാഹുവിനെ കുറിച്ച് ദീന്റെ മസ്അലകൾ ചർച്ച ചെയ്യുന്നത് മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് അടുത്തറിയുന്ന ആളുകൾ, അവർക്കുണ്ടാകുന്ന ഗുർബത്ത് അത് മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് ബാക്കിയുള്ള ഉലമാക്കൾ ഉണ്ടാകും, ഉബ്ബാദുകൾ ഉണ്ടാകും, സുഹാദുകൾ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായി ചില ആളുകൾക്ക് ഉണ്ടാകുന്നത് ഫഇന്ന ഉലൈക വാഖിഫൂന മഅ ഇൽമിഹിം വഇബാദതിഹിം വസുഹ്ദിഹിം, ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള ആളുകളോടൊപ്പം ഉണ്ടാകും. എപ്പോൾ? ഇൽമിന്റെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ, സുഹദിന്റെ വിഷയത്തിൽ. അഥവാ ഈ പ്രത്യേകതയുള്ള ആളുകൾ ബാക്കിയുള്ള ഉലമാക്കളോടൊപ്പവും ഇബാദത്ത് ചെയ്യുന്നവരോടൊപ്പവും സുഹദുള്ളവരോടൊപ്പം ഉണ്ടാകും. വഹഉലാഇ വാഖിഫൂന മഅ മഅബൂദിഹിം ലാ യഅർജൂന ബിഖുലൂബിഹിം അൻഹു, എന്നാൽ ബാക്കിയുള്ള ആളുകളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുപ്പമുള്ള, കൂടുതൽ അടുത്തിട്ടുള്ള, ഖൽബ് കൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർന്ന ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളുകളായിരിക്കും അവർ. അതാണ് ബാത്തിനായിട്ടുള്ള ഗുർബത്ത് എന്ന് പറയുന്നത് എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ പറയുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ പറ്റി സലഫുകൾ പറഞ്ഞത് കാണാം. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ ആബിദു മഷ്ഹൂറുൻ, ഒരാൾ ആബിദാണ് എങ്കിൽ അറിയപ്പെട്ട ഒരാളായിരിക്കും, അത് നല്ല ആബിദാണെന്ന് അറിയപ്പെടും. വൽ ആരിഫു മസ്തൂറുൻ, എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഒരുവനുള്ള അറിവ് അത് ആളുകൾക്ക് അറിയില്ല. അതായത് ഒരാൾ നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരാളാണെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എന്താവും, ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരാൾ അള്ളാഹുമായിട്ട് നല്ല ബന്ധമുള്ളവനാണെന്ന് എങ്ങനെ എന്താവില്ല, ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നിട്ട് പറയാണ്, വറുബ്ബമാ ഖുഫിയ ഹാലുൽ ആരിഫ് അലാ നഫ്സിഹി ലിഖഫാഇ ഹാലിഹി, ആ അവസ്ഥയിലെത്തിയ അവന് പോലും എന്താവൂല, ചിലപ്പോൾ അവന് മനസ്സിലാവൂല ഞാൻ ഒരു അള്ളാഹുലേക്ക് അത്ര അടുത്തിട്ടുണ്ട്. കാരണം അത്രയും അവൻ സ്വന്തത്തിൽ സ്വന്തത്തിൽ അവൻ മോശം ചിന്തിക്കുന്നവനായിരിക്കും. ഞാൻ അള്ളാഹുവിനായിട്ട് അങ്ങനെ അടുത്ത ബന്ധം ഒരു യോഗ്യതയില്ല, ഞാൻ വളരെ മോശമാണ് എന്ന് സ്വന്തത്തിൽ അവൻ വിചാരിക്കുന്നത് കൊണ്ട് അവൻ ആ അവസ്ഥയിൽ ആയിട്ടുണ്ടെന്ന് പോലും അവന് അറിയാൻ സാധിക്കാത്ത
ബാത്തിനായിട്ടുള്ള ഗുർബത്തിലുള്ള ആളുകളുണ്ടാകും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മാ അറാ ഹാദൽ അംർ ഇല്ലാ ഫി റജുലിൻ ലാ യഅരിഫു ദാക മിൻ നഫ്സിഹി വലാ യഅരിഫുഹു അന്നാസ മിൻഹു. ഈ ഒരു അവസ്ഥയിൽ ഇബ്രാഹിം അദ്ദേഹം പറയാണ്, ഈ അവസ്ഥയിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത് അവനവന്റെ സ്വന്തത്തിലും അറിയില്ല, ആളുകൾക്കും അറിയില്ല അവനങ്ങനെ അള്ളാഹുലേക്ക് ബന്ധമുണ്ട് എന്നുള്ളത്. സ്വന്തത്തിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരിക്കും. എന്നിട്ട് ഈ 1-2 ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഒരു അസ്റൂർ കൂടി കൊടുക്കുന്നുണ്ട്, കൂനു ജുദുദൽ ഖുലൂബ് ഖൽഖാൻ സിയാബ് തഖ്ഫൗന അലാ അഹ്ലിൽ അർള് വതഅരിഫൂന ഫി അഹ്ലിസ് സമാ. നിങ്ങൾ കൽബിനെ പുതുക്കിക്കൊണ്ടും അതുപോലെ തന്നെ നുരുമ്മിപ്പോകുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളാവുക. അഥവാ കൽബിനെ നന്നാക്കിക്കൊണ്ട് ബാഹ്യമായ സൗകര്യങ്ങളിൽ മാത്രമല്ല കൽബിനെ നന്നാക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് പറയാണ്, ദുനിയാവിലുള്ള ആളുകൾ നിങ്ങളെ അറിയണ്ട, എന്നാൽ പരലോകത്ത് ആകാശലോകത്ത് അറിയപ്പെടുന്ന ആളായി തീരുക എന്ന്. ഈ അസറുകൾ കൊടുത്തിട്ട് ഇതിനെ അറിയിക്കുന്ന ഹദീസുകൾ കൊടുക്കുകയാണ്. ഒന്ന്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദൽ ഖഫിയ അൽ തഖിയ. റിവായത്തിൽ ഖനിയ എന്ന് കൂടി കാണാം. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു ഖഫിയ ആയിട്ടുള്ള അടിമയെ, അവനവന്റെ ഉള്ളിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമാക്കിയിട്ടുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ഇഹ്സാനിന്റെ ഹദീസും അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ എന്നുള്ള ഹദീസും കൊടുക്കുകയാണ്. അവസാനത്തിൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഇക്കൂട്ടരായിരിക്കും. കാരണം അള്ളാഹുവിനെ കുറിച്ച് അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുമായിട്ട് ശക്തമായ ബന്ധമുള്ള ആളുകൾ അവരാണ് ബാത്തിനായ ഖുർബത്തിന്റെ ആളുകൾ. ഇത് ഖുറബാക്കൾക്കിടയിലുള്ള 2 ദറജയിൽ വാഹിറായ ആളുകൾ ഉണ്ടാകും, അതിനകത്തുള്ള ബാത്തിനായ ഖുർബത്ത് കൊണ്ടുള്ള ആളുകളും ഉണ്ടാകും എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇത്രയുമാണ് ഈ ഒരു റിസാലയിൽ ഇബ്നു റജബ് അൽ ഹംബലി പരാമർശിച്ചിട്ടുള്ള കാര്യം. ഇതിന്റെ ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം ആരംഭിച്ച ഒരു ഗരീബായ ഒരു അവസ്ഥയിൽ അവസാന കാലത്താകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹദീസിനെ കൃത്യമായി മനസ്സിലാക്കാം. ആദ്യകാലത്ത് ഒറ്റപ്പെട്ടും കഷ്ടപ്പെട്ടും കുടുംബങ്ങളിൽ നിന്ന് ഓടിയാകുന്നു നാടും വീടും വിട്ടുപോയ ആളുകളായിരുന്നു മുസ്ലിമീങ്ങൾ. പിന്നീട് ഇസ്ലാമിന്റെ ഇസ്സത്തിൽ കിഴക്കും പടിഞ്ഞാറും മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്. എല്ലാവിധ സുഖസൗകര്യങ്ങളിലും എല്ലാവിധ സാമ്പത്തിക നേട്ടങ്ങളിലും സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത അവസ്ഥയിൽ മുസ്ലിമീങ്ങൾ ആയിട്ടുണ്ട്. പിന്നീട് ശുഭത്തും ഷഹ്വത്തും ഇബ്ലീസ് മുസ്ലിമുകൾക്കിടയിൽ കൊണ്ടുവരികയും ഷഹ്വത്തിലകപ്പെട്ട ആളുകളുണ്ട്, ശുഭത്തിലകപ്പെട്ട ആളുകളുണ്ട്. അതിൽ യഥാവിധം ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരാണ് അഹ്ലുസ്സുന്ന എന്ന് പറയുന്നത്. അസ്സുന്ന എന്നുള്ള പദം വിശ്വാസവും കർമ്മവും സംസ്കാരവും എല്ലാം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അവരാണ് ഖുറബാക്കൾ എന്ന് പറയുന്നത്. ആ ഖുറബാക്കൾ അതിന്റെ ഇനങ്ങളെ പറ്റി പറഞ്ഞു. 2 തരത്തിലുള്ള ഖുറബാക്കളുടെ ഇനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഒന്ന്, സ്വയം നന്നാകുന്നവർ. 2, മറ്റുള്ളവർ ഫസാദാക്കിയിട്ടുള്ള ദീനിനെ നന്നാക്കിയെടുക്കുന്നവർ, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നവർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൽമ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ 3 തരക്കാരുണ്ടാകും. ശുഭത്ത് ബാധിച്ച ആളുകളുണ്ടാവും, ഷഹവത്ത് ബാധിച്ച ആളുകളുണ്ടാവും, യഥാർത്ഥ ഹക്കിൽ ദീനിനെ കൊണ്ടു നടക്കേണ്ട പോലെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാകും. അവരാണ് യഥാർത്ഥ ഖുറബാക്കൾ എന്ന് പറഞ്ഞു. ആ ഖുർബത്ത് 2 ഇനമുണ്ട്. ഒന്ന് ലാഹിറായിട്ടുള്ളതുണ്ട്. ലാഹിറായത് തന്നെ മറ്റുള്ള ആളുകളെക്കാൾ ഇബാദത്തുകളിലും ഇൽമിലും എല്ലാം മുഴുകുന്ന ആളുകളായിരിക്കും. ബാത്തിനായത് എന്ന് പറഞ്ഞാൽ ഖൽബ് അള്ളാഹുമായിട്ട് അടുത്തിട്ടുള്ള, അള്ളാഹുവിനെ കുറിച്ച് ആഴത്തിൽ അറിവുള്ള ആളുകൾ, ബാത്തിനായ ഖുർബത്തുള്ള ആളുകളും ഉണ്ടാകും. അത് വളരെ ഖുർബാക്കൾ എന്ന് പറയുന്നതിന് വളരെ വിരളമാണ്. അതിൽ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള ആളുകളായിരിക്കും ആ തരത്തിലുള്ള ആളുകൾ എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ഉള്ള ഖുറബാക്കളിൽ അഹ്ലുസ്സുന്നയുടെ മൻഹജിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളിൽ നമ്മെ ഉറപ്പിച്ചേർത്തുമാറാകട്ടെ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പല വിഷയങ്ങളിൽ ഇത് കേൾക്കുന്ന പല സഹോദരന്മാരും, നമുക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങനത്തെ ആഘോഷങ്ങൾക്ക് വരുമ്പോഴാണ് പലരും അവരുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ ആളുകൾ അവരെ കളിയാക്കുകയും അല്ലെങ്കിൽ ആളുകൾ അവരെ ഒറ്റപ്പെടുത്തുകയും എന്താണിത് എന്ന നിലക്കൊക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങളിലാവട്ടെ അങ്ങനെയൊക്കെ സമൂഹത്തിൽ അനുഭവിക്കുന്ന കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ അവരൊരിക്കലും എന്ത് ചെയ്യരുത്, അവരുടെ ഈ ദീനിന്റെ പേരിൽ എന്താക്കേണ്ട ആവശ്യമില്ല, ഒന്നിന്റെ പേരിലും താഴ്ന്നു നിൽക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഇജ്ജത്തോടു കൂടി തന്നെ ഈ ഒരു ഹക്കിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതുപോലെ തന്നെ അവർ തേടുന്ന അല്ലെങ്കിൽ അവർ പിന്നാലെ പോകുന്ന ഈ ദുനിയാവിനേക്കാൾ ഉന്നതമായ ഉത്തമമായ ഒരു ഭവനം നമ്മുടേതായിട്ടുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ളതാണ്. അപ്പൊ അതിലേക്ക് മടങ്ങുമ്പോൾ ഇവർ തേടുന്ന ഇവർ പിന്നാലെ പോകുന്ന കാര്യത്തിന്റെ മേലെ നമുക്ക് പോകേണ്ട ഒരു ആവശ്യവുമില്ല എന്ന നിലക്ക്
കൽബിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ ഹക്കിൽ പഠിച്ചും ഇൽമും അമലും ദഅവത്തുമായിട്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ചില സഹോദരന്മാർ വളരെയധികം ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ കാണാം. അല്ലാഹു തആല എല്ലാവർക്കും ദീനിൽ പരിപൂർണ ഇസ്സത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ജോലിയാവട്ടെ, പഠന സ്ഥലങ്ങളാവട്ടെ, അതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു തആല തുറവി നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.